സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാൻ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. തത്വസമീക്ഷ സത്രത്തിൽ ഇന്ന് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലെ രാജസൂയം എന്ന കഥാഭാഗത്തെയാണ് ഇപ്പം നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. ഒരു വലിയ യാഗത്തിൻ്റെ കഥ. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ മാത്രമല്ല, പല പുരാണങ്ങളിലും ഈയൊരു പാണ്ഡവരുടെ രാജസൂയം ഇതിനെക്കുറിച്ച് ഉദാഹരണമായിട്ടാണ് എങ്കിൽ കൂടി പരാമർശിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ദേവീഭാഗവതത്തിൽ പല സന്ദർഭങ്ങളിലും ഈ രാജസൂയം പാണ്ഡവരുടെ രാജസൂയം പോലെ എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപക്ഷെ അവിടെ ആ വിഷയം അല്ലെങ്കിൽ ആ ഒരു കാര്യം സൂചിപ്പിച്ചത് മറ്റൊരു സംഗതിയെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാവാം. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആവില്ല, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടുകൂടി ആവില്ല ദേവീ ഭാഗവതത്തിൽ അത് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഒരു മഹായാഗത്തിന്റെ കഥ വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ മാത്രമല്ല മറ്റ് പുരാണങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ വളരെ കുറച്ച് സമയം നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു ചെറിയ സമയത്തിരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും എത്രയോ പ്രാവശ്യം തന്നെ കേട്ട്, ഇപ്പോൾ നമ്മളിവിടെ ഈ സത്രവേദിയിൽ തന്നെ 15ാമത് വർഷമാണ്. അല്ലാതെ എത്രയോ ശ്രീമദ് ഭാഗവത സപ്താഹവേദികളിലും ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്നും കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എന്നിരുന്നാലും ഏൽപ്പിച്ചതായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക് കടക്കുകയാണ്. ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലാണ് ഈ യാഗത്തിന്റെ കഥ കടന്നു വരുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗാർഹസ്ഥ്യം, ആ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ നമുക്ക് മുൻപിൽ വേദവ്യാസ മഹർഷി വരച്ചു കാട്ടിയ ശേഷം, അപ്പൊ ഗൃഹസ്ഥന്റെ ധർമ്മങ്ങൾ എന്തൊക്കെ ആയിരിക്കണം, അത് ഒരു അവതാര പുരുഷൻ എന്ന രീതിയിൽ ഉപദേശിക്കുക മാത്രമല്ല, തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരിക, ഉപദേശിക്കുകയും അത് സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു തരികയും ചെയ്യുകയാണ്. അപ്പൊ ആ ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമത്തെ ഏത് രീതിയിൽ വേണം എന്നത് വളരെ നന്നായി നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നീടാണ് ഒരവസരത്തിൽ ദ്വാരകയിൽ പാണ്ഡവരുടെ സമീപത്തു നിന്നും എത്തിച്ചേർന്ന ശ്രീനാരദ മഹർഷിയെ സ്വീകരിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യരീതിയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ അവതാരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ പലപ്പോഴും ആ അവതാരത്തില് ഏറ്റവും എത്ര കാലമുണ്ടായിരുന്നോ അത്രയും കാലത്തിൽ അധിക സമയവും ഒരു തനി മനുഷ്യനായിട്ട് തന്നെ മനുഷ്യനാട്യത്തെ ആണ് അത് പ്രകടിപ്പിക്കുവാനാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പൊ ഇവിടെ മനുഷ്യരീതിയെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങ് ലോകസഞ്ചാരം ചെയ്യുന്ന ഒരാളാണ്. അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾക്ക്
ലോകവാർത്തകളൊന്നും അറിയാൻ പ്രയാസമുണ്ടാവില്ലല്ലോ. അപ്പോൾ പാണ്ഡവരുടെ ഇപ്പോഴത്തെ വിശേഷം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ തന്നെയാണ് നാരദ മഹർഷി മറുപടി പറയുന്നത്. സർവാന്തര്യാമിയായിട്ടുള്ള ജഗത് പ്രഭുവായിട്ടുള്ള അങ്ങേക്ക് ഇത് വേറൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഒക്കെ അറിയുന്ന ആളാണ്. പക്ഷെ എല്ലാം അറിഞ്ഞിരുന്നിട്ടും അറിയാത്തതുപോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ദൂരെ നടക്കുന്ന സംഗതികൾ നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മളുടെ സമീപത്ത് നടക്കുന്ന കാര്യങ്ങളെ പോലും പലതും നമുക്ക് അറിയാനോ കാണാനോ കേൾക്കാനോ കഴിയണില്ല. അപ്പൊ നമ്മൾ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാം അറിയണ ആളാണ്. എന്തിനേയും നിയന്ത്രിക്കുവാൻ, മറ്റൊന്നാക്കി മാറ്റി തീർക്കുവാൻ ഒക്കെ കഴിയുന്ന ആളാണ്. എന്നിട്ടും ഇങ്ങനെ ചോദിക്കുന്നുവല്ലോ. എന്നാൽ അതിൽ അത്ഭുതമൊന്നുമില്ല, ഞാൻ അത്ഭുതപ്പെടുന്നില്ല എന്ന് നാരദ മഹർഷി തന്നെ പറയുകയാണ്. അവിടുന്ന് സർവാന്തര്യാമിയാണ്. എന്നിരുന്നാലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു യാദവകുമാരനെ പോലെ ഒക്കെ പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ അതിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ അവിടുത്തെ പ്രഭാവത്തെ കുറച്ചെങ്കിലും അറിയണമെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ശരണാഗതി ചെയ്യലാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞുകൊണ്ട്, ഒപ്പം തന്നെ നമുക്ക് ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന നമുക്ക് അത് കാട്ടിത്തന്നുകൊണ്ട് ശരണാഗതി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ രാജസൂയത്തിന്റെ ആദ്യം തന്നെ ഈ നാരദ മഹർഷിയുടെ ആ ഒരു വാക്കുകൾ ഏതാണ്ടൊരു സ്തുതി പോലെയാണ്. ആ ഭഗവത് മഹിമയെ പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആണ് നാരദ മഹർഷി ആരംഭിക്കുന്നത്. അപ്പൊ നാരദ മഹർഷിയുടെ ശരണാഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് താൻ പാണ്ഡവരുടെ അടുത്തു നിന്നാണ് വരണത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പൊ അങ്ങയെ ഒന്ന് പൂജിക്കണം, ശ്രീകൃഷ്ണനെ ഒന്ന് ആരാധിക്കണം, ആദരിക്കണം എന്നൊക്കെയുള്ള പാണ്ഡവരുടെ ധർമ്മപുത്ര മഹാരാജാവിന്റെ ആഗ്രഹം അത് അറിയിച്ചു ശ്രീനാരദൻ. ഇനി പാണ്ഡവരുടെ ആഗ്രഹം സാധിപ്പിക്കുക എന്നത് മാത്രമല്ല, അങ്ങ് ഇതേപോലെ ഒരു വലിയ ഒരു യാഗശാലയില്, യാഗത്തില് ഏതാണ്ട് 1.5 വർഷക്കാലം 18 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗത്തില് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ അതിന് ഒരുപാട് മഹിമകളുണ്ട്. അതൊക്കെ ഇവിടെ നാരദ മഹർഷി പറയണു. എത്രയോ സാധുജനങ്ങൾക്ക്, എത്രയോ സാധാരണ മനുഷ്യന്മാർക്ക്, എത്രയോ രാജാക്കന്മാർക്ക്, അങ്ങനെ എത്രയോ ജനങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം നേടാൻ കഴിയും, അങ്ങയെ കാണാൻ കഴിയും. അപ്പൊ ഇത്രയും വലിയൊരു പുണ്യം വേറെ ഇല്ല, ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ഭാഗ്യം വേറെ കിട്ടാനില്ല. അതുകൊണ്ട് അങ്ങ് വന്ന് സകുടുംബം വന്നു ചേർന്ന് പാണ്ഡവരുടെ ഈ യാഗത്തിന് നേതൃത്വം കൊടുക്കണം, അതിനെ അങ്ങ് വേണ്ടതുപോലെ ഭംഗിയാക്കി നടത്തിത്തരണം എന്ന് പാണ്ഡവരുടെ ആഗ്രഹത്തെ അറിയിക്കുവാൻ വേണ്ടി നാരദ മഹർഷി ദൂതനായിട്ടാണ് ഇവിടെ ദ്വാരകയിൽ വരുന്നതും ഈ വിവരം അറിയിക്കുന്നതും. എന്തായാലും ആ ശ്രീനാരദ മഹർഷിയുടെ ആ ഒരു സന്ദേശം അദ്ദേഹം കൊണ്ടുവന്ന് അദ്ദേഹം അവതരിപ്പിച്ചതായ ആ ഒരു സന്ദേശം സഭയിൽ വെച്ച് അറിയിച്ചു. അതേ സമയത്ത് തന്നെ മറ്റൊരു സന്ദേശവും അവിടെ എത്തിച്ചേർന്നു. മഗധയിലെ ചക്രവർത്തിയായിട്ടുള്ള ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ ബന്ധനത്തിൽ കിടക്കുന്ന 10,000 20,800 രാജാക്കന്മാർ എന്നാണ് പറയുന്നത്. അത്രയധികം രാജാക്കന്മാരുടെ ദൂതനായി മറ്റൊരാളും പ്രവേശിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, ഞങ്ങളെ ഈ ജരാസന്ധന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണേ. അപ്പൊ ഇവിടെ 2 ആവശ്യമാണ് ഒരേ സമയത്ത് വന്നിട്ടുള്ളത്. ഒന്ന് യാഗമാണ്, ഒന്ന് യുദ്ധമാണ്. ജരാസന്ധനുമായി യുദ്ധം ചെയ്ത് ജരാസന്ധനെ പരാജയപ്പെടുത്തി അവരെ മോചിപ്പിക്കണം. മറ്റൊന്ന് പാണ്ഡവരുടെ യാഗത്തിന് നേതൃത്വം കൊടുക്കണം, അതിൽ പങ്കെടുക്കണം.
എന്തായാലും യാതൊരു സംശയവുമില്ലാതെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ അനുചരനായിട്ടുള്ള ഉദ്ധവനോട് പറയുകയാണ്, വേണ്ടതുപോലെ ഒരു നിർദ്ദേശം, എന്താണ് ഇനി ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഇവിടെ സഭയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഓരോരുത്തരുടെയും പ്രകൃതമനുസരിച്ചിട്ടാണ് അഭിപ്രായം പറയുക. അതുകൊണ്ടല്ലേ നാട്ടൻ പ്രയോഗത്തിൽ പറയല്ലോ, അമ്മയെ തല്ലിയാലും അഭിപ്രായം രണ്ടാണ്. പെട്ടെന്ന് നമുക്ക് തോന്നാൻ തെറ്റല്ലേ അത്, അമ്മയൊക്കെ അടിക്കുക ഉപദ്രവിക്കുക തെറ്റല്ലേ? പക്ഷെ ഒരു വിഭാഗം തിരിച്ചു പറയാനുണ്ടാവും, നന്നായി എന്നാണ്. തല്ല് കൊള്ളേണ്ട രീതിയാണ് ഞങ്ങൾക്കറിയാം. അപ്പൊ രണ്ടഭിപ്രായം എവിടെ ഉണ്ടാവും. ഇപ്പൊ ഈ അഭിപ്രായം നമ്മളുടെ പ്രകൃതമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെയും പ്രകൃത വ്യത്യാസമനുസരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവിടെ ഈ സഭയിൽ തന്നെ അത് ഉണ്ടായി. യാഗത്തിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നാൽ കുറച്ച് രജോ ഗുണത്തിന്റെ ആധിക്യമുള്ളവര് അവര് പറഞ്ഞു, യാഗമൊന്നും അല്ല വേണ്ടത്, യുദ്ധമാണ് വേണ്ടത്. കാരണം അവർക്ക് രജോ ഗുണത്തിന്റെ ആധിക്യമുണ്ട്, അവർക്ക് അതിലൊക്കെയാണ് ശ്രദ്ധ ഉണ്ടാവുക. അതുകൊണ്ട് പറഞ്ഞു യുദ്ധമാണ് വേണ്ടത്. ഇത് ഉണ്ടാവുമെന്നറിയാവുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവനോട് ഉചിതമായ തീരുമാനം എടുത്തോളൂ. ഒട്ടും സംശയമുണ്ടായില്ല, ഉദ്ധവൻ ഈ രണ്ട് കാര്യങ്ങളെയും ഒരേപോലെ നിർവഹിക്കാൻ പാകത്തിന് ഒരു തീരുമാനം സഭയിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും അത് സ്വീകാര്യമാവുകയും ചെയ്തു. മഥുരയുടെ പ്രധാനമന്ത്രിയായിട്ട്, പിന്നീട് ദ്വാരകയുടെയും പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് പ്രധാന ഉപദേഷ്ടാവായിട്ട് നിയമിതനായ ഉദ്ധവനാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ഈ പരാമർശങ്ങളിലും പലതും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, അവിടെ ഉപദേഷ്ടാവായി വരുന്നവർ എങ്ങനെയായിരിക്കണം, ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഏതൊരു രാജ്യം ഭരിക്കുമ്പോഴും ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ വേഗം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക, അത് പ്രജകൾക്ക് അല്ലെങ്കിൽ സഭയിലുള്ളവർക്കും ഒക്കെ സ്വീകാര്യമായ രീതിയിൽ ഉള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക. ഇവിടെ ഉദ്ധവന്റെ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു. അതെല്ലാവരും സ്വീകരിച്ചു. യാഗത്തിനായിട്ട് പുറപ്പെടുക, യാജസൂയത്തിന്റെ ആദ്യ ഘട്ടത്തിൽ വേണ്ട ദിഗ്വിജയം എല്ലാ രാജാക്കന്മാരുടെയും, എല്ലാ സാമന്ത രാജാക്കന്മാരുടെയും മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെയൊക്കെ അനുമതി വേണം. ഒന്നുകിൽ അവർക്ക് സമ്മാനങ്ങളെ കൊടുത്തുകൊണ്ട് അവരെ അനുനയിപ്പിച്ച് യാഗത്തിന് അനുമതി നേടുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയ ശേഷം അവരെ നമ്മുടെ പക്ഷത്തേക്ക് കൂട്ടിച്ചേർക്കുക. അപ്പൊ ഇവിടെ ജരാസന്ധനുമായിട്ട് യുദ്ധം വേണ്ടിവരും. ഭീമസേനന് ജരാസന്ധനെ നിഗ്രഹിക്കാൻ കഴിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തില് എന്നുള്ള ആ ഒരു നിർദ്ദേശം എല്ലാവരും സ്വീകരിച്ചു. അവിടുന്ന് പിന്നീട് ആ ഉദ്ധവന്റെ വാക്കുകളൊക്കെ കേട്ട് എങ്ങനെയാണോ രാജനീതി അനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത്, പ്രജകൾക്ക് ക്ലേശമുണ്ടാവരുത്, പിന്നെ ധർമ്മവിരുദ്ധമാവരുത്, അപ്പൊ നീതിക്ക് അനുസരിച്ച് ഉതകുന്നതായ രീതിയിൽ വേണം, ശുഭപ്രദമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണം. അതാണിവിടെ ഉദ്ധവൻ എടുത്തതും എല്ലാവർക്കും അത് സമ്മതമായി. പിന്നീട് അവിടുന്ന് ആ യാത്ര, ദ്വാരകയിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് കൃഷ്ണപത്നിമാരുണ്ട്, മറ്റു ബന്ധുജനങ്ങളുണ്ട്, സൈന്യങ്ങളുണ്ട്. വലിയ ഒരു യാത്രയാണ്, ഒരു ഘോഷയാത്രയാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടത്. ഓരോ പ്രദേശങ്ങളെയും കടന്ന്, ആനർത്തം, സൗവീരം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെയൊക്കെ കടന്ന് ശ്രീകൃഷ്ണനും കൃഷ്ണപത്നിമാരും മറ്റു ബന്ധുജനങ്ങളും സൈന്യങ്ങളും ഒക്കെ ഇന്ദ്രപ്രസ്ഥത്തെ പ്രാപിക്കണു. ആദ്യം തന്നെ ധർമ്മപുത്രര് ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് സ്വീകരിച്ചു എന്നാണ്. അവിടെയും ആ ഒരു സന്ദർഭവും നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ധർമ്മപുത്ര മഹാരാജാവ് ആലിംഗനം ചെയ്തു. പിന്നെയുണ്ട് 4 അനുജന്മാര്. അതിൽ ഭീമസേനനും ഒപ്പം തന്നെ ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. അടുത്തതായിട്ട് അർജുനൻ
അപ്പൊ ഈ 5 പേരിൽ അർജുനന് ഉള്ള ആ ഒരു അടുപ്പം, എല്ലാവർക്കും സ്നേഹമാണ്, ബഹുമാനമാണ്, ബന്ധുരൂപേണ അല്ല മറ്റ് ഏത് രീതിയിലാണെങ്കിലും. പക്ഷെ അർജുനന് കുറച്ച് കൂടുതൽ അടുപ്പമുണ്ട് എന്ന് നമുക്കറിയാം, നമ്മളൊക്കെ കഥകൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ അർജുനൻ ആലിംഗനം ചെയ്തു സ്വീകരിച്ചുവെങ്കിലും ഈ ഭക്തിയാവേശം നമ്മൾക്ക് അത് വ്യക്തിയോടാണെങ്കിലും ഈശ്വരനോടാണെങ്കിലും എന്തിനോടാണെങ്കിലും ഭക്തി അല്ലെങ്കിൽ പ്രേമം ഇത് അതിന്റെ സീമകൾ ലംഘിക്കുമ്പോൾ അതിനൊരു ഒരു ഒരു പരിധി ഉണ്ടാവണം, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാവണം. എങ്കിലേ നമുക്ക് അവിടെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷെ അത് വിട്ടുകഴിയുമ്പോൾ, അതിന്റെ ആ പരിധി വിട്ടുകഴിയുമ്പോൾ, ഭക്തിയും അതേപോലെ തന്നെ ഒരു ആവേശമായിട്ട് മാറുമ്പോൾ, ഇവിടെ അർജുനനും അതേപോലെ നമസ്കരിക്കാൻ തുടങ്ങിയെന്നാണ് ശ്രീകൃഷ്ണനെ. അപ്പൊ എന്താ അർജുനന് നമസ്കരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, ഈ പ്രായസാമ്യം ഉള്ളവരെ, ഒരേ പ്രായം സമപ്രായക്കാരായിട്ടുള്ളവരെ നമസ്കരിക്കേണ്ടതില്ല എന്നൊരു നിയമം പറയാറുണ്ട്. പ്രായത്തിൽ മുതിർന്നവരാണ് എങ്കിൽ, പ്രായ ആധിക്യമുള്ളവരാണെങ്കിൽ അവരെ നമസ്കരിക്കാം, പ്രത്യക്ഷ നമസ്കാരം ചെയ്യാം. അല്ലാതെ ഉള്ളവരെ നമസ്കരിച്ചുകൊണ്ടുള്ളൊരു ആദരവ് പ്രകടിപ്പിക്കേണ്ടതില്ല. അത് മറന്നുപോയി എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമം മറന്നുപോയിട്ടാണ് അർജുനൻ നമസ്കരിക്കാൻ ഭാവിക്കുന്നു. വേഗം തന്നെ ശ്രീകൃഷ്ണൻ തടയുകയാണ്, അങ്ങനെ നമസ്കരിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുന്നു. പിന്നാലെ നകുല സഹദേവന്മാര് പാദനമസ്കാരം ചെയ്തു. നമുക്കവിടെ അത് വ്യക്തമായി, കാരണം അവർക്ക് പ്രായം കുറവാണ്, അവരെക്കാൾ പ്രായം കൂടുതലാണ് ശ്രീകൃഷ്ണന്. അവർ പാദനമസ്കാരം ചെയ്തു, സ്വീകരിച്ചു, പ്രത്യഭിവാദ്യം ചെയ്തു. അങ്ങനെ ആ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ്. ആ സമയത്ത് അവിടെ ആ ചില ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ രാജ്യത്തിന്റെ, ആ പട്ടണത്തിന്റെ ഒരു ഐശ്വര്യം ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ ശരിക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ചു എന്നാണ് പറയുക. ഓരോ ഗൃഹങ്ങളും, ഇന്ദ്രപ്രസ്ഥത്തിലെ ഓരോ ഗൃഹങ്ങളും ഭദ്രദീപം തെളിയിച്ചു വെച്ചും, ആ ഓരോ ഗൃഹത്തിലും വളരെയധികം വൃത്തിയാക്കിയിട്ട് ദീപം തെളിയിച്ചു വെച്ചും, അഗരു ചന്ദനം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് നല്ല സന്തോഷപ്രദമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷമാണ് എല്ലായിടത്തും കാണാൻ കഴിയുക എന്നാണ്. അങ്ങനെ അവിടുന്ന് കൊട്ടാരത്തിലേക്ക് ചെന്ന് പ്രവേശിക്കുന്നതായ ശ്രീകൃഷ്ണൻ അടുത്തതായിട്ട് പാണ്ഡവ മാതാവായിട്ടുള്ള കുന്തിദേവിയുടെ സമീപത്തേക്കാണ് ചെല്ലണത്. അപ്പൊ പാണ്ഡവരോട് തോന്നുന്നതായ ആ ഒരു സ്നേഹം അതാവില്ല തന്റെ അച്ഛന്റെ സഹോദരിയായിട്ടുള്ള കുന്തിദേവിയുടെ സമീപത്ത് ചെല്ലുമ്പോൾ. അച്ഛൻ പെങ്ങൾ, അച്ഛന്റെ സഹോദരിയാണ്. ആ പിതൃസഹോദരിയെ കാണുമ്പോൾ പിതൃതുല്യമായിട്ടുള്ള ഒരു സ്നേഹഭാവം എന്നാണ്, അതുണ്ടാവും എന്നാണ്. കുന്തിദേവിയുടെ അടുത്ത് ചെന്നു. പിന്നീട് ഇവിടെയൊക്കെ ധർമ്മപുത്ര മഹാരാജാവിന് ഈ ശ്രീകൃഷ്ണനെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ ഉപചാരങ്ങൾ ചെയ്താലാണ് ഭംഗിയാവുക, അദ്ദേഹത്തിന് ആകെ ഒരു സംഭ്രമമാണ്, എന്താ വേണ്ടതെന്ന് അറിയില്ല എന്നാണ്. അങ്ങനെ ഒരു ഭക്തിയാവേശം അല്ലെങ്കിൽ സ്നേഹം കൊണ്ട്, സ്നേഹാധിക്യം കൊണ്ട് അവിടെ നമുക്ക് പലപ്പോഴും ഈ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ ക്രമം, പലതിനും ചില ഉപചാരങ്ങളാണെങ്കിൽ കൂടി ക്രമം ഉണ്ടാവും. ഈ ക്രമമൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. ഇന്ന രീതിയിൽ വേണം, അതൊക്കെ വിട്ടുപോകും. അത് ഈ ഭക്തിയുടെ ആധിക്യം കൊണ്ടാവാം. അങ്ങനെ ചെയ്യുന്ന ഉപചാരങ്ങൾക്ക് അതിന്റെ ക്രമം തെറ്റിയിട്ടാണെങ്കിലും അത് വിരുദ്ധമാവില്ല എന്നാ പറയുക. പൂജയാണെങ്കിൽ കൂടിയിട്ട് അത് വിരുദ്ധമാണ്, അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. ഭക്തിയാവേശം കൊണ്ട്, ആ ഭക്തിയുടെ ആ മൂർധന്യത്തിൽ പ്രേമഭാവത്തോടു കൂടി ചെയ്യുന്ന പൂജയാണെങ്കിൽ കൂടിയിട്ട്, പൂജയ്ക്കൊക്കെ ഒരു ക്രമം പറയുമല്ലോ, 16 ഉപചാരങ്ങൾ ഉണ്ടാവണം, അത് ഇന്ന രീതിയിലാണ്, ഇന്ന ശുദ്ധികൾ ഉണ്ടാവണം, ദ്രവ്യശുദ്ധി ഉണ്ടാവണം. പക്ഷെ ഇതൊന്നും തന്നെ ഇപ്പൊ നമുക്ക് പുരാണങ്ങളിലെ പല കഥകൾ ശ്രദ്ധിച്ചാലും കാണാം, നമ്മൾ വിഗ്രഹത്തിൽ ആരാധന ചെയ്യുമ്പോൾ പറയുന്ന ആ ഒരു നിയമങ്ങളൊന്നും തന്നെ
ഈ അവതാര പുരുഷന്മാര്, ശ്രീരാമചന്ദ്രനാവട്ടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാവട്ടെ, ശ്രീകൃഷ്ണ ഭഗവാനാവട്ടെ, ഇവരുടെ ഒന്നും അല്ലെങ്കിൽ ഇവരൊന്നും അവരുടെ അടുത്ത് വരുന്ന ഭക്തന്മാര് ഈ പറഞ്ഞ പല ആചാരങ്ങളോ അല്ലെങ്കിൽ മര്യാദകളോ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും. അതിനൊന്നും ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. അതൊക്കെ തെറ്റാണെന്നോ ഒന്നും പുരാണകാരന്മാര് പോലും പറഞ്ഞിട്ടില്ല. നമ്മളെ വളരെയധികം നമുക്ക് കേട്ടുപരിചയമുള്ള ഒരു പരാമർശമാണല്ലോ ശ്രീരാമചന്ദ്രന് കടിച്ചു സ്വാദു നോക്കിയ ഫലം നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ശബരി കൊടുത്തു എന്ന് പറയാറുണ്ടല്ലേ. പാടുള്ളതാണോ? നമ്മൾക്ക് പൂജ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് മനസ്സ് വരില്ല. ഒരു ഫലമാണ്, പഴമാണ് നിവേദിക്കണത് എങ്കിൽ അത് ദേവന് നിവേദിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവച്ചിട്ട് സ്വാദ് നോക്കിയിട്ട് നിവേദിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല, പ്രയാസമാവും. അയ്യോ, കടിച്ചു നോക്കിയിട്ട് എങ്ങനെയാ കൊടുക്കുക? പക്ഷെ അത് സ്വീകരിച്ചു എന്ന് പുരാണത്തിൽ രാമായണത്തിലൊക്കെ പറയാനുണ്ടല്ലോ. അതാണ് അതിനൊരു എന്ത് കാരണം കൊണ്ടാണ്, ഉദാഹരണമാണ് ഇവിടെയും പറഞ്ഞത്. ഈ ഭക്തിയുടെ ആവേശം വരണ സമയത്ത് ഈ ക്രമാക്രമങ്ങൾ, അതിന്റെ നിയമം, വിധി നിഷേധങ്ങൾ, അതൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് വിട്ടുപോകാവുന്നതാണ്. അത് തെറ്റൊന്നുമല്ല, അതുകൊണ്ടൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. ഈ ഒരു ഘട്ടം വരുമ്പോഴാണ് ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒന്നായി തീരണത് എന്നാണ് പറയുക. അത് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭക്തി ജ്ഞാനം അതിന് ഭേദമില്ല എന്നാണ്. ജ്ഞാനിയും ഭക്തനും തമ്മിൽ ഭേദമില്ല. അതുവരെയൊക്കെ ഈ ഭേദമുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ രണ്ട് പാതകളിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് തമ്മിൽ ചിലപ്പോ ഭ്രമമുണ്ടാവാം. ഈ ഭേദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഭ്രമവും ഉണ്ടാവാം. ഇതിലേത് ശരി ഏത് തെറ്റ് ഇതൊക്കെ തോന്നാം. പക്ഷേ ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തിയും ജ്ഞാനവും അല്ലെങ്കിൽ ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ധർമ്മപുത്ര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനെ അവിടെ വെച്ചിട്ടാണ് ആദ്യം തന്നെ ദ്വാരകയുടെ സമ്മതപത്രം രാജസൂയം ചെയ്യുവാൻ ദ്വാരകയ്ക്ക് സമ്മതമാണ്. അതിനുവേണ്ടി പാണ്ഡവർക്ക് അതിനുള്ള അനുമതിയെ കൊടുക്കുന്നു. ആ സമ്മതപത്രം ശ്രീകൃഷ്ണൻ ധർമ്മപുത്ര മഹാരാജാവിന് നൽകുന്നു. 17 പ്രാവശ്യം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട ആളാണ് ജരാസന്ധൻ. അപ്പൊ അവര് ഉള്ളുചുട്ട് പ്രാർത്ഥിച്ചു എന്നാണ് അന്ന്. അവരുടെ പ്രാർത്ഥന സത്യമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സന്ദർഭത്തിൽ മാത്രം ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് മുതിർന്നില്ല. പരാജയപ്പെട്ട് ഓടുന്നത് പോലെ ജരാസന്ധന് മുൻപിൽ ഭയപ്പെട്ട് ഞാൻ പിന്തിരിഞ്ഞ് ഓടുകയാണ് എന്ന് അഭിനയിച്ചു ശരിക്കുന്നതാണ്. അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചു. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാധുക്കൾക്ക് ആപത്ത് വരാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും അങ്ങനെ ബ്രാഹ്മണ ഭക്തനായിട്ടുള്ള ജരാസന്ധന്റെ സഭയിൽ കടന്നു ചെല്ലാൻ വേണ്ടി തന്നെ ആ വിപ്രവേശത്തെ സ്വീകരിച്ചു 3 പേരും. അവിടേക്ക് എത്തിച്ചേർന്നു. കൂട്ടിക്കൊണ്ടുപോയി ജരാസന്ധന്റെ മുൻപിലെത്തി. തുടർന്ന് ജരാസന്ധൻ ഓരോരുത്തരെയും സ്വീകരിക്കുന്ന കൂട്ടത്തില് ഈ ശ്രീകൃഷ്ണനെയും ഭീമാർജുനന്മാരെയും സ്വീകരിച്ചു. ചോദിച്ചു, നിങ്ങൾ ആരാണ്? കാഴ്ച കൊണ്ട് വിപ്രന്മാരാണ് എന്ന് തോന്നും, വേഷം കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്തു ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. അതിനുള്ള കാര്യം, അതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് ജരാസന്ധൻ അവിടെ പറയാനുണ്ട്. ഈ ശരീരം അനിത്യമാണ്. അപ്പൊ അനിത്യമായ ശരീരം കൊണ്ട് നമുക്ക് സുഖമായിരിക്കുന്ന അത്രയും കാലയളവ്, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല, ആരോഗ്യമുണ്ട്, അത്യാവശ്യം ധനമുണ്ട് എങ്കിൽ ആ ഒരു ഭൗതികമായ സുഖത്തോടു കൂടിയിരിക്കുന്ന കാലയളവിൽ വേണ്ടുന്നതായ യശസ് സമ്പാദിക്കണം, സൽക്കർമ്മങ്ങളെ ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നിന്ദ്യരാണ്. അപ്പൊ നമുക്ക് എത്രയോ മഹാത്മാക്കൾ, രാജാക്കന്മാരാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ, നമ്മളുടെ പൂർവികരായിട്ടുള്ള എത്രയോ പേർ സ്വന്തം ശരീരത്തെ പോലും അതിഥികൾക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറായ ഹരിശ്ചന്ദ്രനെ പോലെയും രന്തിദേവനെ പോലെയും ശിബിയെ പോലെയുമുള്ള എത്രയോ മഹാത്മാക്കൾ നമുക്ക് ഈ ഒരു മാർഗം, ഈ ഒരു പാഠം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു, പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ബ്രാഹ്മണരാണ് എന്ന് തോന്നുന്നു വേഷം കൊണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വരമോ അല്ലെങ്കിൽ ശരീരഭാഷയോ ആകൃതിയോ
ഇതിന് യോജിച്ചതുമല്ല. വേഷം ബ്രാഹ്മണ വേഷമാണ് എങ്കിലും ശബ്ദവും ശരീരഭാഷ അത് രണ്ടും ഈ ബ്രാഹ്മണർക്ക് യോജിച്ചതല്ല. ക്ഷാത്രവീര്യമാണ് നിങ്ങളിൽ കാണുന്നത് എന്നാണ്. കാരണം ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോ തരത്തിലുള്ള വീര്യമാണ് വേണ്ടത്. അതിനെ കണക്കാക്കിക്കൊണ്ടാണ് നമുക്കറിയാം ഈ ബ്രഹ്മക്ഷത്ര വിഭാഗങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ധ്രുവീകരണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ക്ഷാത്രവീര്യമുള്ള ഒരാൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാനും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും ധീരമായിട്ടുള്ള കാര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ ആ വേണ്ട ഇതൊക്കെ ക്ഷാത്രവീര്യത്തിന്റെ ഇതിൽ പെടുന്നതാണ്. അപ്പൊ നിങ്ങളെ കണ്ടാൽ ബ്രാഹ്മണരാണ് എന്ന് തോന്നണില്ല. ആരൊക്കെയാണെന്ന് ചോദിച്ചു, അതൊക്കെ മനസ്സിലാക്കി. കൃഷ്ണനാണ്, മറ്റേ ആള് ഭീമനാണ്, അർജുനനാണ്. എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു, അതും മനസ്സിലാക്കി. യുദ്ധമാണ് വേണ്ടത്. ശരി, അങ്ങനെ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. പിന്നീട് ഭീമനും ജരാസന്ധനും തമ്മിൽ നീണ്ടു നിൽക്കുന്നതായ യുദ്ധം 27 ദിവസം ഗദായുദ്ധം ഉണ്ടായി എന്നും ആർക്കും ജയപരാജയങ്ങൾ ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് ഒടുവിൽ ഭീമസേനന്റെ അഹങ്കാരമൊക്കെ പോയി ഭീമസേനൻ അടിയറവ് പറയുകയാണ്. ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഒരു ദിവസം എനിക്ക് ജരാസന്ധനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് പിറ്റേന്ന് ആ ശ്രീകൃഷ്ണന്റെ തലോടൽ ഏറ്റുവാങ്ങിയും അഹങ്കാരമൊക്കെ നഷ്ടപ്പെട്ട ഭീമന് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ആ ജരാസന്ധനെ നിഗ്രഹിക്കാൻ കഴിഞ്ഞു. ആ ജരാസന്ധനെ നിഗ്രഹിച്ചു. ആ കാരാഗൃഹം ചെന്ന് തുറന്ന് അവിടെ ബന്ധനത്തിലായിരുന്ന രാജാക്കന്മാരെയൊക്കെ മോചിപ്പിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആ രാജസൂയ മഹായാഗ വർണ്ണനയിലെ ദശമസ്കന്ധം 73-ാമത്തെ അധ്യായത്തിലെ ഒരു സ്തുതി വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളതിലെ വരികൾ ഓർക്കാറുണ്ട്. അപ്പൊ അവര് പറയണു, രാജാക്കന്മാര് ഈ ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതിക്കണത്. ഞങ്ങളുടെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഞങ്ങളുടേതാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി ഭരിച്ചിരുന്ന ഞങ്ങളുടെ രാജ്യം നഷ്ടമായി. അത് മുഴുവൻ ജരാസന്ധൻ പിടിച്ചെടുത്തു, ഞങ്ങളെ കാരാഗൃഹത്തിലിട്ട് ബന്ധിച്ചു. പക്ഷേ ജരാസന്ധനോട് ഞങ്ങൾക്ക് യാതൊരു ശത്രുതയും തോന്നുന്നില്ല എന്നാണ്. കാരണം ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ പരാജയമുണ്ടായതും രാജ്യം നഷ്ടപ്പെട്ടതും ഇപ്പോ ഗുണത്തിനായിട്ട് ഭവിച്ചു. ഇതെല്ലാം നഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീകൃഷ്ണ ദർശനം ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോ അങ്ങയെ കാണാൻ കഴിഞ്ഞത് ശരിക്കു പറഞ്ഞാൽ ജരാസന്ധൻ അന്ന് ഞങ്ങളെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ജരാസന്ധനോട് ഞങ്ങൾക്ക് ശത്രുതയില്ല. ഇത്രയും കാലം ഞങ്ങൾ രാജ്യം ഭരിച്ചിരുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഐശ്വര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ടും അഹങ്കരിച്ചുകൊണ്ടും എല്ലാം വെട്ടിപ്പിടിക്കണം, എല്ലാം എന്റേതാക്കണം എന്ന ആ ഒരു സങ്കുചിതമായ ചിന്തയോട് കൂടിയിട്ട് എത്ര നേടിയാലും വെട്ടിപ്പിടിച്ചാലും ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോവേണ്ടതാണ്. പുരാണങ്ങളൊക്കെ നമ്മളിത് വായിക്കുമ്പോഴൊക്കെ ശരിയാണെന്ന് അപ്പൊ തോന്നും. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണല്ലേ, എത്രയോ നേടിയ ഒരു വ്യക്തി അതെല്ലാം വിട്ട് പോയി. ആ വ്യക്തി അവശേഷിപ്പിച്ചതിന്റെ കണക്കുകൾ നമ്മൾ ഇപ്പോഴും വായിച്ചു തീർന്നിട്ടില്ല അല്ലെ, മാധ്യമങ്ങളിൽ കൂടിയിട്ട്. എത്രയാ കൂട്ടിവെച്ചിരുന്നത്, എന്താ അപ്പൊ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത്? അപ്പോ ഇങ്ങനെ ഒരുപാട് നേടാൻ വേണ്ടിയിട്ട് പ്രയത്നം ചെയ്ത് ഐശ്വര്യത്തില് ഭ്രമിച്ച് വിചാരശക്തി കുറഞ്ഞ് എത്രയോ കാലം ഞങ്ങൾ ജീവിച്ചു. മൃഗതൃഷ്ണാം യഥാബാല മന്യന്ത ഉദകാശയം. മരുഭൂമിയില് സൂര്യകിരണം ഏറ്റ് ജ്വലിക്കുന്ന അതിന്റെ ചൂടുകൊണ്ട് തിളങ്ങുന്ന മണൽത്തരികളെ, മരുഭൂമിയിലെ മണലുകളെ കണ്ടിട്ട് മൃഗങ്ങള് അല്ലെങ്കിൽ വിചാരശക്തി കുറഞ്ഞവർ എന്ന് തിരിച്ചറിവില്ലാത്തവർ ഭ്രമിക്കുകയാണ്, തെറ്റിദ്ധരിക്കുകയാണ്. ദൂരെ ഈ
മണലിന്റെ മുകളിൽ കാണുന്ന തേജസ്, പ്രകാശം, അത് ജലമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ മൃഗതൃഷ്ണ, മരുമരീചിക, അവിടെ ജലമുണ്ട്, ജലാശയമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ആ ജലം തന്റെ ദാഹം തീർക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അത് നേടാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. അങ്ങനെയാണ് മരുഭൂമിയിൽ പലപ്പോഴും മൃഗങ്ങൾക്ക് ആപത്തുണ്ടാവുന്നത്. ഈ ചുട്ടുപഴുത്ത മണലിൽ കൂടിയിട്ട് ജലം തേടി 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 ദാഹിച്ച് തളർന്ന് ഒടുവിൽ ആ മണൽ കാട്ടിൽ തന്നെ വീണ് ശരീരോപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇതേപോലെ അവിവേകം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട് ഇതൊക്കെ ശാശ്വതമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് നേടണ്ട എന്നോ അനുഭവിക്കണ്ട എന്നോ നമ്മളുടെ ഗുരുക്കന്മാർ, ഈ ഋഷി പരമ്പരകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. നമുക്കൊക്കെ അനുഭവിക്കാനും അറിയാനും പഠിക്കാനും നേടാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് ശാസ്ത്രങ്ങളെ നമുക്ക് അവർ സമ്മാനിച്ചത്. പക്ഷെ അതില് ഭ്രമം പാടില്ല, അമിതമായിട്ടുള്ളൊരാഗ്രഹം പാടില്ല. രാജ്യം ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അനർത്ഥമാണ് വന്നു ഭവിച്ചത്. അത് നഷ്ടപ്പെട്ടപ്പോഴോ ഇപ്പൊ സുഖായി, ഒന്നുമില്ല ഞങ്ങളുടെ കയ്യില്. ഞങ്ങൾക്ക് മുക്തി തരണമെന്ന്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ശരീരം എടുക്കാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് തന്നെ മുക്തിയെ പ്രദാനം ചെയ്താലും എന്ന് പ്രാർത്ഥിക്കണില്ല. എന്തുകൊണ്ടാണ്? അതിനുള്ള യോഗ്യത ഞങ്ങൾക്കുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് തന്നെ അത്രയ്ക്കുള്ള യോഗ്യതയൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു പരുങ്ങലുണ്ടാവും ഒരു കാര്യം പറയാൻ. എനിക്കിപ്പോ അത് പറയാൻ വയ്ക്കുമെന്നറിയില്ല, എന്നാലും പറയുകയാണ്. ഞങ്ങള് മുക്തിയെ ഒന്നും ആഗ്രഹിക്കണില്ല, അതൊന്നും പ്രാർത്ഥിക്കണില്ല. ഇനിയും പ്രാരബ്ധമനുസരിച്ച്, പൂർവജന്മ കർമ്മങ്ങളുടെ ആ കർമ്മവാസനകളെ അനുസരിച്ച് വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരാം. വീണ്ടും ഈ ജനനമരണ ചക്രത്തിൽ, ജനനമരണ പരമ്പരയിൽപ്പെട്ട് ക്ലേശിക്കേണ്ടി വരാം. എന്നിരുന്നാലും ഭഗവാനെ അങ്ങയെ സ്മരണ ചെയ്യുവാൻ, ഓർക്കാൻ കഴിയണം, അതിനനുഗ്രഹിച്ചാലും എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ജനനമരണക്ലേശത്തെ തീർക്കുന്നവനാണ് അവിടുന്ന്. സകല ജീവജാലങ്ങളെയും പാലിക്കുന്നവനാണ് അവിടുന്ന്, ഗോവിന്ദനാണ്. അങ്ങനെയുള്ള വാസുദേവനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ നമസ്കരിക്കുന്നു. ആ സ്തുതി കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, സുദൃഢാജായതേ ഭക്തി, നിങ്ങൾക്ക് ആ ഭക്തി ദൃഢമാവട്ടെ. അതാണ് കൊടുത്ത അനുഗ്രഹം. അവിടെ ഇപ്പുറത്തുകൂടി ചെറിയൊരു കുത്തലുണ്ട്. അതില് പ്രത്യക്ഷത്തിൽ അവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഭക്തി ദൃഢമാവട്ടെ എന്ന് സൂചിപ്പിച്ചു. ഇപ്പൊ ഈ വാക്കുകള്, ഈ പറഞ്ഞ വാക്കുകൾ ഇപ്പൊ പുറത്തു വരാൻ കാരണം എന്താണ്? ഇത് നമ്മൾ പറയാറില്ലേ, പുരാണ വൈരാഗ്യം, പ്രസൂതി വൈരാഗ്യം, ശ്മശാന വൈരാഗ്യം, അത്രയൊക്കെയുള്ളൂ. വേണ്ടപ്പെട്ട ബന്ധുക്കൾ, വളരെയധികം ഇഷ്ടപ്പെടുന്നവർ, ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ വിയോഗവേളയിൽ അവരെ നമുക്ക് നഷ്ടമായി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ മൃതശരീരത്തിന് അടുത്തിരിക്കുമ്പോൾ ഒക്കെ നമുക്കുണ്ടാവുന്ന ഒരു വൈരാഗ്യമുണ്ട്. ശ്മശാന വൈരാഗ്യമാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നാണ് പറയുക മഹാത്മാക്കള്. പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അനുഭവം ഉണ്ടാവും. ശ്മശാനത്തിൽ പോയി ചിത കത്തിയെറിയണത് കണ്ട് ഒന്ന് മുങ്ങിക്കുളിച്ച് തിരിച്ചു വന്നാൽ കഴിയാവുന്ന വൈരാഗ്യമുള്ളത്. അതുവരെ വിശപ്പും ദാഹവും നമ്മളെ അത്ര ബാധിക്കില്ല. കുളി കഴിഞ്ഞ് വന്നു നോക്കിക്കോളൂ, ആദ്യം ഭക്ഷണം നമ്മൾ കഴിക്കും കിട്ടിയത്. അപ്പോൾ ഈ ശ്മശാന വൈരാഗ്യം. പിന്നെ പുരാണ വൈരാഗ്യമുണ്ട്, പ്രസൂതി വൈരാഗ്യമുണ്ട്. ഇതൊക്കെ ഏതാണ്ട് അതേപോലെ തന്നെ. അപ്പൊ ഇവിടെ നിങ്ങൾ രാജ്യം നഷ്ടപ്പെട്ട് വളരെയധികം ദിവസങ്ങൾ, നാളുകൾ ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും ശരീരധർമ്മങ്ങൾ വേണ്ടതുപോലെ അനുഷ്ഠിക്കാൻ കഴിയാതെ കാരാഗൃഹത്തിൽ കിടന്നു. അപ്പൊ അതിൽ നിന്നുണ്ടായ ആ ഒരു വിരക്തി, ഇനിയിപ്പോ ഒന്നും വേണ്ട, രാജ്യവും വേണ്ട, ഭരണവും വേണ്ട, രാജഭോഗങ്ങളും വേണ്ട എന്നൊക്കെ തോന്നിയതാണ്. നിങ്ങൾ മടങ്ങിച്ചെന്ന് കുട്ടികളെയും മറ്റു ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 4 ദിവസം നല്ല ഭക്ഷണം കഴിച്ച് ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്താവും? മനസ്സ് മാറും. കഴിക്കണ ഭക്ഷണത്തിനനുസരിച്ചിട്ട് മനസ്സ് മാറുമല്ലോ. ശരീരത്തിന് കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാവും. അപ്പൊ ആ ജീവിത ശൈലിയിൽ ഒരു മാറ്റം വന്നാൽ മനസ്സ് മാറിക്കോളും. പിന്നെ ഇതൊന്നുമില്ല, കൃഷ്ണനുമില്ല, രാമനുമില്ല, ഗോവിന്ദനുമില്ല.
പിന്നെയും പഴയ പോലെ ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭക്തി ദൃഢമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹം കൊടുത്തത്. എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായല്ലോ, ഈ ശ്രീമതം കൊണ്ട് ഐശ്വര്യം കൊണ്ട് തലയ്ക്ക് പിടിക്കുക, അത് കൊണ്ട് മത്ത് പിടിക്കുക, അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവരവരുടെ തന്നെ നാശത്തിന് കാരണമായി തീർന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഐശ്വര്യം, ഞാൻ കേമനാണ്, എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, കഴിവുകളുണ്ട് എന്നൊക്കെ അഹങ്കരിച്ചവർ ഒരുപാടുണ്ടല്ലോ എന്നാണ് ഭാഗവതത്തിൽ തന്നെ, ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നകുഷനുണ്ട്, ഇന്ദ്രനുണ്ട്, അതുപോലെ കാത്തവീര്യൻ, ഇവരൊക്കെ തന്നെ ഇങ്ങനെ അധപതിച്ച് പോയിട്ടുള്ളവരാണ് പലപ്പോഴും. എന്തായാലും അവരെ രാജസൂയത്തിനൊക്കെ ആയിട്ട് ക്ഷണിച്ചു, അവരുടെ കൊട്ടാരങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചു. അവിടുന്ന് ശ്രീകൃഷ്ണനും ഭീമാർജുനന്മാരും കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി വരികയാണ്. ആ മടങ്ങിവരവ് ജരാസന്ധനെ നിഗ്രഹിച്ച് ദിഗ്വിജയം എന്നുള്ള ആ ഒരു പ്രവൃത്തി പൂർത്തിയാക്കിക്കൊണ്ട് മടങ്ങി വരണ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശബ്ദം, ശംഖധ്വനിയെ കേട്ട സമയത്ത് ധർമ്മപുത്രർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ആനന്ദ അശ്രുകലാം രാജൻ മുഞ്ചൻ പ്രേംണ നോവാച കിഞ്ചന. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് എന്നാണ്, ആനന്ദ അശ്രുക്കളെ പൊഴിച്ചുകൊണ്ട്. പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ചിന്തിക്കുമ്പോ ഒന്നുമില്ലാതിരുന്ന പാണ്ഡവര്, സ്വന്തമായിട്ട് അവർക്ക് വസിക്കുവാൻ ഗൃഹം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നും അച്ഛൻ മരിച്ച്, നകുലസഹതാപന്മാരുടെ അമ്മയായിട്ടുള്ള മാദ്രിയും മരിച്ച്, പിന്നീട് ഈ കുന്തി ദേവി പറക്കമുറ്റാത്ത 5 കുട്ടികളെയും വളർത്തി വലുതാക്കി, ഇപ്പോ ഒരു ക്ഷത്രിയന് ചെയ്യുവാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളിൽ വെച്ച്, യാഗാദികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാജസൂയം ചെയ്യാൻ ഉള്ള പ്രാപ്തി, അപ്പൊ അത്രയും വരെ എത്തിച്ചുവല്ലോ ആ അമ്മ. അപ്പൊ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യാൻ പോന്നവരായി തീർന്നത് ഏതൊരു അമ്മയുടെ സ്നേഹം കൊണ്ടാണോ, ഏതൊരു ശ്രീകൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണോ? വേറെ ഒന്നുമല്ല അതിന്റെ പിന്നിൽ, ഞങ്ങളുടെ കഴിവല്ല, ഒന്നുമല്ല. ഇത് തിരിച്ചറിയാൻ പറ്റണോ ധർമ്മപുത്രർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം അത് കേട്ട സമയത്ത്, ആ വാർത്ത കേട്ട സമയത്ത് ഒന്നും മറുപടി പറയണില്ല എന്നാണ്, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് യാഗത്തിന്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് യാഗത്തില് പിന്നെ വേണ്ടതായ കാര്യങ്ങൾ, ഉചിതമായിട്ടുള്ള ഒരു കാലം വേണം, ദേശം, കാലം, ദേശം, ദ്രവ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാവണം, ശുദ്ധി ഉണ്ടാവണം. ഒരു യാഗത്തിന്, യജ്ഞത്തിന് കാലം ശുദ്ധമായിരിക്കണം, സ്ഥലം ശുദ്ധമായിരിക്കണം, ദ്രവ്യം ശുദ്ധമായിരിക്കണം. ഇതിലെവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ, അശുദ്ധി സംഭവിച്ചാൽ ഈ യാഗാദികൾക്കൊക്കെ അതിന്റെ ഫലം കുറയുന്നതാണ്. ഫലം ഒന്നുകിൽ ഒന്നും ഫലം ഉണ്ടാവില്ല, നല്ല ഫലമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാവാം. മന്ത്രശുദ്ധി ഉണ്ടാവണം. ദേവീ ഭാഗവതത്തിൽ ഒരിടത്ത് വേദവ്യാസ മഹർഷി ജനമേജയന് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, രാജാവേ, ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കാം. ദ്രവ്യശുദ്ധി, നല്ല ദ്രവ്യം, ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധമായിട്ടുള്ള ദ്രവ്യം സമ്പാദിച്ചു. കാലം, അതിന്റെ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് നല്ല ജ്യോതിശാസ്ത്രജ്ഞന്മാർ, ജ്യോതിഷം അറിയണവരെ കൊണ്ട് മുഹൂർത്തമൊക്കെ ഗണിച്ച് മനസ്സിലാക്കിയിട്ട് അനുകൂലമായ കാലത്ത് ഈ ഋതുക്കളൊക്കെ അനുകൂലമാവണം എന്നാണ്. പിന്നെ അതിനു വേണ്ടതായ സ്ഥലം, ശുദ്ധമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് ആ സ്ഥലശുദ്ധിക്ക് പിന്നെയും പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഖനനം ചെയ്യുക, അവിടെ ഉള്ള മണ്ണിനെ മാറ്റുക, എന്നിട്ട് പുതിയ മണ്ണ് കൊണ്ടുവന്നിടുക. ഒഴുക്ക് ജലം, ജലാശയ നദിയിലെ മണ്ണൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ്, അതിന് അശുദ്ധിയില്ല എന്നാണ്. മണലിന് അശുദ്ധിയില്ല, അതുകൊണ്ടാണ്. ഒഴുക്ക് ജലത്തിലെ മണൽ കൊണ്ടുവന്നിടുക. പിന്നെ പുണ്യാഹാദി കർമ്മക്രിയകളെ കൊണ്ട് ശുദ്ധമാക്കുക. ഗോമയം, ചാണകമൊക്കെ, അല്ലെങ്കിൽ ആ ഗോരസങ്ങള്, പഞ്ചഗവ്യങ്ങളെ കൊണ്ടൊക്കെ അവിടെ ശുദ്ധമാക്കും. ഇങ്ങനെ തുടങ്ങി പല രീതിയിലും ശുദ്ധമാക്കാം. സ്ഥലത്തിനെ ശുദ്ധമാക്കാം, ദ്രവ്യം ശുദ്ധമാവാം, കാലം ശുദ്ധമാവാം, സ്ഥലം ശുദ്ധമാവാം.
ഇതൊക്കെ ഉണ്ടായാലും മനഃശുദ്ധിയും കൂടി വേണം. അതിനാണ് പ്രയാസം. ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും മനഃശുദ്ധിയോടുകൂടി ചെയ്യണം. ഇതിൽ ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏതൊന്നിനെങ്കിലും ഒരു ലോപം സംഭവിച്ചാൽ പാണ്ഡവരുടെ രാജസൂയം പോലെയാവും. ഈ പാണ്ഡവരുടെ പരമ്പരയിൽപ്പെട്ട പരീക്ഷിത്തിന്റെ പുത്രനായിട്ട് ജനമേജയനോട് തന്നെയാണ് വേദവ്യാസ മഹർഷി ഇത് പറയുന്നത്. അവർക്കും അതിന്റെ സൽഫലങ്ങളെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. അവിടെ അങ്ങനെയാണ് ഉദാഹരിക്കുക. ഒരു 1.5 വർഷക്കാലം നീണ്ടു നിൽക്കണ യാഗം ചെയ്ത പാണ്ഡവർക്ക് തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത കാലയളവിൽ ഉണ്ടായ അനുഭവം എന്താ? യാഗമൊക്കെ കഴിഞ്ഞു, അപപ്രസ്നാനവും കഴിഞ്ഞു, ബന്ധുക്കളൊക്കെ മടങ്ങിപ്പോയി. അധികം താമസിക്കാതെ അവർക്ക് സകലതും വിട്ട് വനവാസത്തിനായിട്ട് പോവേണ്ടി വന്നു. അപ്പൊ എവിടെ പോയി ഈ സൽക്കർമ്മത്തിന്റെ ഫലം? ഇതാണ് വേദവ്യാസ മഹർഷി അവിടെ പറയുന്ന കാര്യം. എന്തായാലും യാഗത്തിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. അതിന് ഭൂമിയെ ശുദ്ധമാക്കുക, അതിന് നിയമമനുസരിച്ച്, യാഗത്തിന്റെ നിയമമനുസരിച്ചിട്ടുള്ള യജ്ഞശാലയും അതിന്റെ ഹോമകുണ്ടങ്ങളും ഒക്കെ നിർമ്മിക്കുക. 1.5 വർഷം, ഏകദേശം 18 മാസമാണ് അതിന്റെ കാലയളവ്. അതിൽ ഏതാണ്ട് 1 വർഷം പൂർത്തിയാവുമ്പോൾ 12 മാസമൊക്കെ പൂർത്തിയായി 13ാമത് മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ മഹാഭിഷേകം എന്നുള്ളത്. രാജസൂയത്തിന് ക്ഷണിച്ചു വരുത്തിയ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്ന ആ സജ്ജനങ്ങളിൽ നിന്നും ഒരാളെ, ശ്രേഷ്ഠനായിട്ടൊരാളെ പൂജിക്കുക. ധാരാളം ഋഷീശ്വരന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, മറ്റ് സാധാരണ ജനങ്ങളുണ്ട്. അപ്പൊ അതിൽ സൗത്യേഹന്യവനീപാലോ യാചകാൻ സരസസ്പതീൻ അപൂജയൻ മഹാഭാഗാൻ യഥാവൽസ് സമാഹിത. സൗത്യാഹസ് എന്ന് പറയും. അന്നാണ് ഈ യാഗത്തിന്റെ നിയമം അനുസരിച്ച് സോമലത, ആ സോമലത പിഴിഞ്ഞ് അതിന്റെ രസം എടുക്കുന്നതായ ആ ദിവസം, അന്നാണ് സദസ്സിലിരിക്കുന്നവരിൽ നിന്ന് ഒരാളെ വിധിയാവണ്ണം പൂജിക്കുക. അപ്പൊ അതിനെ ആരെ വേണം തെരഞ്ഞെടുക്കുവാൻ, അഗ്രപൂജയ്ക്ക് ആരെ പൂജിക്കണം എന്ന ആ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് ധർമ്മപുത്ര മഹാരാജാവ്. ഇവിടെ ഈ ഒരു സംഗതിയെ കുറിച്ചിട്ടും വ്യാഖ്യാതാക്കൾക്ക് പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ധർമ്മപുത്ര മഹാരാജാവ് എന്തിനു വേണ്ടിയിട്ടാണ് യാഗം ആരംഭിച്ചത്? ശ്രീകൃഷ്ണനെ പൂജിക്കാൻ. ഇപ്പോ യാഗം ആരംഭിച്ച് 1 വർഷം പിന്നിട്ടു, ആ 12 മാസം പൂർത്തിയായി കഴിഞ്ഞു. ആദ്യം മുതല് ഈ നിമിഷം വരെ തുടങ്ങുമ്പോൾ മുതലേ ഇതേ നിമിഷം വരെ ഒപ്പമുണ്ടായിരുന്ന ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണനെ എല്ലാവരും കാണുകെ ആ ഒരു സിംഹാസനത്തിലെത്തിയിട്ടൊന്ന് പൂജിക്കണം, ഒന്ന് ആദരിക്കണം. ശ്രീകൃഷ്ണന്റെ മഹത്വം ഇനിയും മനസ്സിലാക്കാത്തവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കണം. ഒരു വെറും യാദവകുമാരനല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ നിമിഷം അദ്ദേഹം മറന്നുപോയി എന്നാണ്. എന്നിട്ടാണ് സഭയിലിരിക്കുന്നവരോട്, സദസ്സിലുള്ളവരോട് ചോദിക്കേണ്ടത് ആരെയാ പൂജിക്കേണ്ടത് എന്നാണ്. ഈ യുധിഷ്ഠിരന്റെ ശ്രീകൃഷ്ണനെ മറന്നു, അല്ലെങ്കിൽ ആ ഒരു അല്പസമയത്തേക്കുണ്ടായ വിസ്മൃതിയാണ് യാഗത്തിന്റെ ഒരു ദോഷമായിട്ട് പറയാം. അല്പസമയം യുധിഷ്ഠിരന് ഈശ്വരനെ മറക്കേണ്ടി വന്നുവെങ്കിൽ, മറന്ന സമയത്ത് ഇത്രയും വിഷമം ഉണ്ടായെങ്കിൽ നമ്മൾ ഓർക്കണത് തന്നെ വല്ലപ്പോഴും ഉള്ളൂ. സദാസമയത്തും കൂടെ ഉണ്ടായിരുന്ന ആളെ അല്പസമയം ഒന്ന് മറന്നുപോയി. അതാണ് അവിടെ ഒരു ദോഷമായിട്ട് അല്ലെങ്കിൽ ഒരു പിഴവായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്തായാലും സദസ്സിലിരിക്കുന്നവരോടായിട്ട് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി സഹദേവൻ തന്നെയാണ് പറഞ്ഞത്. അർഹതി അച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സാത്വതാംപതി. എന്തിനാണ് അങ്ങ് സംശയിക്കണത്? ശ്രീകൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. സർവദേവമയനായിട്ടുള്ള ദേശം, കാലം, ധനം, അതിന്റെ അധിഷ്ഠാന ദേവതകളും ഒക്കെ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. ആ ഒരു അഭിപ്രായത്തിനെ, സഹദേവന്റെ ആ ഒരു നിർദ്ദേശത്തിനെ എല്ലാവരും കൂടി അനുമോദിച്ചു. അപ്പൊ എല്ലാവരും അംഗീകരിച്ചു എന്നാണ് അർത്ഥം. ഉടനെ തന്നെ അഗ്രാസനത്തിരുത്തി പിന്നീട് ഉപചാരങ്ങളോടുകൂടി പൂജിക്കുകയാണ്. കാല് കഴുകുക, വസ്ത്രമാല്യാദികളെ നൽകുക, താമ്പൂലാദികളെ നൽകുക, അങ്ങനെ അതിന്റെ ഓരോ ഉപചാരങ്ങളെയും ഋത്വിക്കുകളൊക്കെ പറഞ്ഞ് കൊടുക്കണതനുസരിച്ചിട്ട് ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ്. അത് കഴിഞ്ഞ സമയത്താണ്, പൂജ അങ്ങോട്ട് കഴിഞ്ഞു, ഉടനെ തന്നെ ശിശുപാലൻ എഴുന്നേറ്റു എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ
പൂജ കൊണ്ടും ദാനം കൊണ്ടുമൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതും പഠിപ്പിച്ചു തരികയാണ്. കാരണം ഇതൊരു യാഗത്തിന്റെ കഥ കൂടിയാണല്ലോ. നമുക്ക് പ്രത്യേകിച്ചും ഗൃഹസ്ഥനായ ധർമ്മപുത്രൻ ചെയ്ത കർമ്മമാണ് പാണ്ഡവർ. ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച പാണ്ഡവർ ചെയ്ത യാഗമാണ്. അപ്പൊ ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും സമൂഹത്തില് നാം ചെയ്യേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ നമുക്ക് എന്നും നമ്മുടെ ഗൃഹത്തിനോടും ബന്ധുജനങ്ങളോടും സമൂഹത്തിനോടും ഒക്കെയുള്ള നമ്മളുടെ കടമകൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിൽ അർത്ഥമുണ്ടാവണം, ധനമുണ്ടാവണം. അപ്പൊ അർത്ഥകാമങ്ങൾ ഉപേക്ഷിക്കണം എന്നില്ല, പക്ഷെ അതിൽ അത്യാസക്തി പാടില്ല. ഈശ്വരനെ വിസ്മരിച്ചുകൊണ്ട് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് പുറപ്പെടുക, അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുക, അങ്ങനെയും ആയിത്തീരരുത് എന്നാണ്. നേരെ മറിച്ച് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ അർത്ഥത്തെ സമ്പാദിക്കുകയും ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ അപ്പൊ അതിനുവേണ്ടി പ്രയത്നം ചെയ്ത് ധനം സമ്പാദിക്കണു, സുഖങ്ങളെ അനുഭവിക്കണു. അത് ജീവിതത്തിൽ ശ്രേയസ്സിന് നിദാനമായിട്ട് തീരും. നേരെ മറിച്ചായി കഴിഞ്ഞാലോ അത് നമുക്ക് അധപ്പതനത്തിനും വഴിവെക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഗൃഹസ്ഥന്മാർ പ്രത്യേകിച്ചും ഈ ദേവപൂജകൾ ചെയ്യാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേവാരാധനകൾ, ദേവകാര്യങ്ങളെ ചെയ്യുക. അത് ലോപിച്ചാണ് തേവാരമായത്. ദേവകാര്യങ്ങളാണ് തേവാരം, തേവാരപ്പുര, ദേവകാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സ്ഥലം. അതിനൊരു സമയമുണ്ട്. പ്രഭാതത്തിലും അസ്തമന സമയത്ത്, സായം സന്ധ്യയിലും ഒക്കെ ദേവകാര്യങ്ങളെ ചെയ്യേണ്ടുന്നതായ സമയം. അതിന് ഉത്തമമായ സമയം ഏതെന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ദേവകാര്യങ്ങളെ ചെയ്യുക, പൂജകൾ ചെയ്യുക. അവിടെ അതിന്റെ ആന്തരിക ലക്ഷ്യം എന്താണ്? സർവാന്തര്യാമിയായിട്ടുള്ള ഈശ്വരനെ നമ്മൾ ഒരു ഉപാധി വെച്ചിട്ട് അതിൽ സങ്കല്പം ചെയ്ത് ആരാധിക്കണം. അപ്പൊ അതിന്റെ ആ സങ്കല്പം ശരിക്കും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം ബോധ്യമാവും. ഇത് വളരെ ബൃഹത്തായതും വളരെ ശ്രേഷ്ഠമായതുമായ ഒരു ഒന്നാണ് ഈ ഈശ്വര പൂജ എന്നുള്ളത്, ദേവപൂജ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ സങ്കല്പത്തിലാണ് കുഴപ്പം സംഭവിക്കുക. ശില കൊണ്ടോ ലോഹം കൊണ്ടോ ഒരു വിഗ്രഹം വെച്ചിട്ട് നമ്മൾ ആരാധിക്കുമ്പോൾ ഇത് കല്ലിനെയാണ് പൂജിക്കേണ്ടത്, ശിലയാണ് പൂജിക്കേണ്ടത് എന്ന് സങ്കല്പിച്ചാൽ പോയി. നേരെ മറിച്ച് സർവാന്തര്യാമിയായിട്ടുള്ള ഈശ്വരനെ ഇവിടെ ഈ രൂപത്തിൽ ഭാവന ചെയ്ത് ആരാധിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഉദാത്തമായ ഭാവനയാണ് വരണതെങ്കിൽ തീർച്ചയായിട്ടും ആ പൂജ നമുക്കും സമൂഹത്തിനും ഗുണപ്രദമായിട്ട് തീരുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണനെ പൂജിക്കണം എന്നതിനെ സമർത്ഥിച്ചുകൊണ്ട് സഹദേവൻ പറഞ്ഞ നിർദ്ദേശങ്ങളെ മാനിച്ച് ധർമ്മപുത്ര മഹാരാജാവ് എല്ലാ ഉപചാരങ്ങളോടും കൂടി ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചു. ഒടുവിൽ ആ പാദതീർത്ഥം തന്റെയും സഹോദരന്മാരുടെയും പത്നിയായിട്ടുള്ള പാഞ്ചാലിയുടെയൊക്കെ ആ ശിരസിൽ പ്രോക്ഷണം ചെയ്തു. ആ പാദതീർത്ഥത്തെ സ്വീകരിച്ചു. എല്ലാവർക്കും ആ തീർത്ഥം പ്രോക്ഷണം ചെയ്തു എന്നാണ്. എല്ലാവരുടെ ശിരസിലും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം കഴുകിയ ആ പാദതീർത്ഥം തളിച്ചു. അത് ചെന്ന് ശരീരത്തിൽ വീഴണ സമയത്താണ് ശിശുപാലന്റെ ആ വൈരഭക്തി വർദ്ധിക്കാൻ തുടങ്ങിയത്. ഇവിടെ പറയാണ് ശിശുപാലൻ വിഷ്ണുപാർഷദനാണ്. അതിനെന്താ ഒരു ലക്ഷണം പറയാ? അല്ല, അതിപ്പോ ഭാഗവതത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, 3-ാമത്തെ സ്കന്ധത്തിലൊക്കെ പറയാനുണ്ടല്ലോ. വിഷ്ണുപാർഷദന്മാരായ ജയവിജയന്മാരാണ് സനകാദി ശാപം കൊണ്ട് 3 ജന്മങ്ങൾ, അസുര ജന്മങ്ങൾ എടുത്തത്. അതല്ല, ശിശുപാലൻ ഇതേപോലെ വിഷ്ണുപാർഷദനായിട്ടുള്ള ഒരാളാണ്, അതില് ശാപം കൊണ്ട് വന്ന് ജനിച്ചയാൾ. അതിന് ശിശുപാലൻ തന്നെ ദൃഷ്ടാന്തമാണ്. എന്താ കാരണം? പൂജ കഴിഞ്ഞിട്ടേ അയാൾ ചീത്ത പറയാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ്. വേറെ തെളിവൊന്നും വേണ്ട എന്നാണ്. അയാളിൽ അല്പമെങ്കിലും ആ ഒരു ദേവാംശം അല്ലെങ്കിൽ ദിവ്യമായിട്ടുള്ളൊരു ഗുണം അവശേഷിക്കണമെന്നുള്ളതിന്റെ തെളിവാണ് ആ പൂജ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ലേ അയാളുടെ പരിപാടി തുടങ്ങിയിട്ടുള്ളൂ. എന്നാ പിന്നെ അയാൾക്ക് ഇത് ആദ്യം തുടങ്ങിക്കൂടെ? ശ്രീകൃഷ്ണനെ അങ്ങോട്ട് വിളിച്ചു, ആ സിംഹാസനത്തിൽ അങ്ങോട്ട് കയറ്റിയിരുത്തിയപ്പോഴേ അയാൾക്ക് ചീത്ത പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ എന്തായാലും ഇത് ഇങ്ങനെയാണ് ഇയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ അതിപ്പോ കുറച്ചുകൂടി നേരത്തെ ആവാം, വിരോധമൊന്നുമില്ല. അയാള് ഇത് കഴിയുന്നത് വരെ കാത്തിരുന്നുവെങ്കിൽ അതിന്റെ സൂചന തരണത് അയാൾ വിഷ്ണുപാർഷദനാണ്. കാരണം ആ ക്വാളിറ്റി ആന്തരികമായിട്ട് അയാൾ വിഷ്ണുപാർഷദനാണ്. അപ്പൊ അത് ഉള്ളിലുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അയാൾ ഇത് കഴിഞ്ഞിട്ട് മതി. ഏതായാലും ആ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥരായി കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റു.
അയാൾക്ക് വേറെ ഒന്നും ഇവിടെ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ല. കാരണം താൻ ഈ വേഷം സ്വീകരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ താൻ ഇവിടെ അഭിനയിക്കേണ്ട രംഗം ഇതാണ്. ഈ പ്രതിനായക വേഷം തന്നെയാണ് താൻ ഇവിടെ ആടേണ്ടത്. അല്ലാതെ പറ്റില്ലല്ലോ. പ്രതിനായക വേഷം ഇവിടെ വന്നിട്ട് ചീത്ത പറയേണ്ടതിന് പകരം സ്തുതിച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ ലീല ഭംഗിയാവില്ല, ഈ നാടകം ഭംഗിയാവില്ല. അപ്പോ വലിയൊരു വേദിയിലാണ് നമ്മളൊക്കെ. അവിടെ നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നതായ രംഗം ഭംഗിയായിട്ട് ആടി അങ്ങോട്ട് പൂർത്തിയാക്കുക, ഭംഗിയാക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേഷം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ചുമതല എന്താ? ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യുക, അതല്ലേ? ശിശുപാലൻ അത് ഭംഗിയായിട്ട് ചെയ്തു. എഴുന്നേറ്റ് അങ്ങോട്ട് നിന്നു, ചീത്ത പറയാൻ തുടങ്ങി എന്നാണ്. കൃഷ്ണൻ നിന്ദ ആരംഭിച്ചു എന്നാണ്. ഇനി ആന്തരികമായിട്ട് ഭക്തനായതുകൊണ്ടും വൈരഭക്തിയാണെന്നേ ഉള്ളൂ, ഭഗവത് പാർഷദനുമാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ശിശുപാലന്റെ ഈ നിന്ദാവചനങ്ങളെ, ഈ ചീത്ത പറയുന്ന വാക്കുകളെ സ്തുതിയായിട്ട് കൽപ്പിക്കാം, സ്തുത്യർത്ഥം കൽപ്പിക്കാം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അതിന് മഹാത്മാക്കൾ കൊടുത്തിട്ടുള്ള മറുപടി ഇതാണ്: ഇങ്ങനെ രണ്ട് അർത്ഥം വരുന്ന വാക്കുകൾ പുരാണങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ സന്ദർഭങ്ങളിൽ അവയ്ക്ക് പൊരുത്തമില്ല എങ്കിൽ, രണ്ടർത്ഥമുണ്ട് പക്ഷെ പൊരുത്തം കൊടുക്കാൻ പറ്റില്ല, പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ എന്തു വേണം? വക്താവ് എന്തു പറഞ്ഞുവോ, ശ്രോതാക്കൾ എന്ത് മനസ്സിലാക്കിയോ അത് കണ്ടെത്തണം എന്നാണ്. അത് പ്രയാസമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പറയണത് പോലെ എളുപ്പമല്ലല്ലോ. ഇപ്പോ വേദവ്യാസ മഹർഷിയാണ് ഇവിടെ വക്താവ്, അല്ലെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷിയാണ് വക്താവ്. പരീക്ഷത്തിന് ഭാഗവത കഥ പറഞ്ഞു കൊടുക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി, അല്ലെങ്കിൽ ഈ പുരാണത്തെ നമുക്ക് സമ്മാനിച്ച വേദവ്യാസ മഹർഷി. വക്താവ് എന്ത് ഉദ്ദേശിച്ചുവോ അതിപ്പോ നമുക്ക് പ്രയാസമാണ്. വ്യാഖ്യാതാക്കള് അവരുടെ അഭിപ്രായമല്ലേ രേഖപ്പെടുത്തുക. ഒരു വാക്കിന് ഇന്ന അർത്ഥം കൽപ്പിക്കാം, അതുകൊണ്ട് ഇന്നതായിരിക്കാം സൂചിപ്പിച്ചിരിക്കുന്നത്, ഇന്നതായിരിക്കാം അതിന്റെ അർത്ഥം എന്നേ വ്യാഖ്യാതാക്കൾ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ഇതുണ്ട്, നമ്മൾ എന്ത് കേട്ടു? നമ്മളൊക്കെ ശ്രോതാക്കളാണ്. നമ്മൾ ഈ വേദവ്യാസ മഹർഷി പറഞ്ഞ ഈ കഥ അല്ലെങ്കിൽ ഈ വാക്കുകൾ കേട്ടു, നമുക്ക് എന്ത് മനസ്സിലായി? വക്താവിന്റെയും ശ്രോതാവിന്റെയും അഭിപ്രായം അറിഞ്ഞിട്ട് അതില് പൊരുത്തപ്പെടുന്നതിനെ തിരഞ്ഞെടുക്കുക എന്നാണ്. അതായത് വാഗർത്ഥ പ്രതിപത്തി ഉണ്ടാവണം എന്നാണ്. അങ്ങനെ വാഗർത്ഥ പ്രതിപത്തി ഇല്ലാത്ത ഒരു ശബ്ദവും ശ്രീമദ് ഭാഗവതത്തിൽ ഇല്ല. അപ്പോ ഈ ശിശുപാലന്റെ വാക്കുകള് അതിനെ സ്തുതിയായിട്ട് കൽപ്പിക്കാം എന്നായിരുന്നുവെങ്കിൽ അവിടെ സദസ്സിലുണ്ടായിരുന്ന ഭീഷ്മരെ പോലെയുള്ളവർ, നാരദ മഹർഷിയെ പോലെയുള്ളവർ ഒക്കെ അത് പറയുമായിരുന്നു, വ്യാഖ്യാനിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ അവരൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നിന്ദയാണ് എന്ന് സമർത്ഥിക്കണം. എന്താ പറഞ്ഞത്? ഈശോ ദുരത്തിയക്കാല ഇത് സത്യവതീ ശ്രുതി വൃദ്ധാനാമപി യത് ബുദ്ധി ബാലവാക്യേ വിഭിദ്യതേ. കാലം കൊണ്ട്, അത് അങ്ങനെ ഏത് ത്രേതായുഗാണെങ്കിലും ദ്വാപരാണെങ്കിലും കലിയാണെങ്കിലും പഴയ കാലമൊന്നുമല്ല. നമ്മൾ പറയും, കുറച്ച് പ്രായമായവർ പറയും പണ്ടത്തേതുപോലെയല്ല, ഇപ്പോ മാറിയെന്നാണ്. അപ്പൊ കാലം കൊണ്ട്, കാലം ചെല്ലും തോറും പഴയ നിയമങ്ങൾക്കൊക്കെ മാറ്റം വരും. പ്രായമായവർ പറയുന്നത് പ്രായം കുറഞ്ഞവർ കേൾക്കുക, അനുസരിക്കുക. അത് മാറിയിട്ട് ബാലവാക്യേ, ചെറിയ കുട്ടികളുടെ നിർദ്ദേശങ്ങളെ പ്രായമായവർ കേൾക്കുന്ന കാലം വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഏറ്റവും ഇളയ അനുജനായ സഹദേവന്റെ നിർദ്ദേശം കേട്ടിട്ട് ധർമ്മപുത്ര നിങ്ങള് ഈ ശ്രീകൃഷ്ണനെ പൂജിക്കണത്? ഈ സഹദേവന് എന്ത് യോഗ്യതയുള്ളത്? ഒരാളുടെ ഒരു കഴിവുള്ള ആളാരാണ്, യോഗ്യനായ ഒരാളാണ് എന്ന് തിരഞ്ഞെടുക്കാൻ, നിശ്ചയിക്കാൻ ഈ സഹദേവന് എന്ത് മഹിമയുള്ളത്? അതുകൊണ്ട് കുട്ടികളുടെ വാക്കുകൾ കേൾക്കരുത്. ഇവിടെ തപസ്സുള്ളവര്, താപസന്മാര്, ഋഷിമാര്, മറ്റു രാജാക്കന്മാര്, ഇങ്ങനെ എത്രയോ പേര് ഇവിടെ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഇരിക്കുമ്പോ ഈ സദസ്സില് ഉണ്ടായിരിക്കെ അവരെ ഒന്നും തെരഞ്ഞെടുക്കാതെ, ആ ഋഷീശ്വരന്മാരെയോ മറ്റ് രാജാക്കന്മാരെയോ ഒന്നും തെരഞ്ഞെടുക്കാതെ, ഏയാദിനേഷാം ഹി കുലം ശബ്ദം സദ്ബിർബഹിഷ്കൃതം വൃഥാ പാണരഥം ശശ്വത്സവർയാം കഥമർഹതി.
അച്ഛന്റെ ശാപം കിട്ടിയ വംശത്തിലെ യയാതിയുടെ വംശത്തിൽ ജനിച്ച ഈ യദുകുലത്തിന്, ആ യദുകുലത്തിൽ വന്ന് ജനിച്ചതായ ശ്രീകൃഷ്ണന് എന്ത് യോഗ്യതയാണുള്ളത് അഗ്രപൂജയിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ പൂജിക്കപ്പെടാൻ? അതുകൊണ്ട് കൃഷ്ണൻ പൂജാർഹനല്ല. ഇങ്ങനെ വളരെയധികം നിന്ദയെ ചെയ്തുകൊണ്ട് ശിശുപാലൻ ഏവം ആദീനി എന്ന് ആണ് ഒടുവിൽ, അതായത് കുറെ പറഞ്ഞിട്ട് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളെ പറഞ്ഞു. അപ്പൊ ശകാര വാക്കുകളാണ്, സഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വേദവ്യാസ മഹർഷിയും നിർത്തി. ശ്രീകൃഷ്ണനെ നിന്ദിക്കുന്നതായ ശിശുപാലന്റെ ആ ഭഗവത് നിന്ദ കേട്ട് സഭാവാസികളൊക്കെ എഴുന്നേറ്റ് ശിശുപാലനെ ശപിക്കാൻ തുടങ്ങി. ഒന്നുകിൽ നിന്ദ കേൾക്കണം, ഈശ്വര നിന്ദ കേൾക്കുമ്പോ എന്തു വേണം എന്നാണ് സതീദേവി പറയാനുണ്ടല്ലേ ശ്രീമദ് ഭാഗവതത്തില്, ആ ദക്ഷയാഗം കഥയില്. ഈശ്വര നിന്ദ കേട്ടാ എന്തു വേണം? ഒന്നുകിൽ കാത് അടച്ചു പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവുക, അവിടെ നിൽക്കരുത്, കേൾക്കരുത്. അല്ലെങ്കിൽ പറയുന്ന ആളെ ശിക്ഷിക്കാൻ കഴിവുള്ളവരാണ് നമ്മളെങ്കിൽ ശിക്ഷിക്കുക, വേണ്ടതുപോലെ ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കരുത്. അല്ലാതെ നമ്മൾ പ്രതികരിക്കാതെയോ ഈശ്വരനിന്ദയെ കേട്ടുകൊണ്ടോ നിൽക്കുകയാണ് എങ്കിൽ എന്താവുന്നു? കേൾക്കുന്നവന്റെയും പുണ്യം നഷ്ടമാവും. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ വെറുതെ കുറച്ചു നേരം കേട്ടാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ലോ, പുണ്യം നഷ്ടമാവും. നമ്മൾ അറിയാതെ നമുക്ക് വന്നു ചേർന്ന പുണ്യം നഷ്ടമായിക്കൊണ്ടിരിക്കും. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. താവതുദ്ധായ ഭഗവാൻ ശിരക്ഷുരാന്തചക്രേണ, സുദർശന ചക്രം കൊണ്ട് ശിശുപാലന്റെ ശിരസ് മുറിച്ചു മാറ്റിയെന്നാണ്. ഇവിടെ സനകാദിശാപം കൊണ്ട് അസുരജന്മം എടുക്കേണ്ടി വന്ന ജയവിജയന്മാരിൽ ജയൻ എന്നുള്ള ആൾക്ക് 3 ജന്മമാണ് എടുക്കേണ്ടി വന്നത്. 3ാമത്തെ ജന്മവും ഇവിടെ കഴിഞ്ഞു, ശാപമോക്ഷം ലഭിച്ചു. പിന്നീട് ആ യാഗത്തിന്റെ പൂർത്തീകരണ വേളയിലേക്ക് കടക്കുകയാണ്. രാജസൂയ യാഗത്തിന്റെ ഒടുവിൽ നടക്കുന്ന അവഭൃത സ്നാനം, അതൊക്കെ കഴിഞ്ഞു. രാജസൂയാഭവൃദ്ധേന സ്നാതോ രാജ യുധിഷ്ഠിര ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശിശുഭേ അസുരരാടിവ. എല്ലാവരും ചേർന്ന് ആ സ്നാനമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് സഭാവാസികളൊക്കെ നിറഞ്ഞിരിക്കുന്നു. ബന്ധുജനങ്ങള്, അതിഥികളായി വന്നവരൊക്കെ പിന്നീട് പാണ്ഡവരെ, ധർമ്മപുത്ര മഹാരാജാവിനെ അനുമോദിച്ചുകൊണ്ട്, അനുഗ്രഹം കൊടുത്തുകൊണ്ട്, ആശീർവദിച്ചുകൊണ്ട് അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. പാണ്ഡവരുടെ മഹാഭാഗ്യം, ശ്രീകൃഷ്ണന്റെ ആ ഒരു സാന്നിധ്യത്തില് ഇത്രയും വലിയ ഒരു മഹായാഗം, എത്രയോ ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു, എത്രയോ പേർക്ക് ആ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കിട്ടി, എത്രയോ സാധുക്കളെ പൂജിക്കാൻ കഴിഞ്ഞു. ഇപ്രകാരം അവിടെ വന്നു ചേർന്നവരൊക്കെ യാത്ര പറഞ്ഞു പോകുന്ന സമയത്താണ് അവിടെ വെച്ച് ദുര്യോധനനുണ്ടാവുന്ന ഒരു അപമാനം. അതുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ യാഗത്തിന്റെ കഥ ഉപസംഹരിക്കപ്പെടുന്നത്. അപ്പൊ തുടർന്നുള്ള അധ്യായത്തിൽ 75ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ യാഗം എങ്ങനെയാണ് ഭംഗിയായി അവർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് നടത്താൻ കഴിഞ്ഞത്. ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത മഹാരാജാവിന് ഉപദേശം കൊടുക്കുമ്പോ പറഞ്ഞു, പിതാമഹസ്യതേ യജ്ഞേ, അങ്ങയുടെ പിതാമഹനായിട്ടുള്ള ആ യുധിഷ്ഠിരന്റെ, ധർമ്മപുത്ര മഹാരാജാവിന്റെ രാജസൂയത്തില് ബന്ധുജനങ്ങളൊക്കെ വേണ്ടതുപോലെ സഹകരിച്ചു. അതുകൊണ്ടാണിത് ഭംഗിയാക്കാൻ കഴിഞ്ഞത്. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ ചുമതലപ്പെടുത്തുമ്പോൾ അത് ഭംഗിയായിട്ട് ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായി ചെയ്യാൻ കഴിയുന്നവരെ, പ്രാപ്തിയുള്ളവരെയാണ് ഓരോ കാര്യം ഏൽപ്പിക്കുക. അതും ഇവിടെ പറഞ്ഞു. ഒരു അധ്യായത്തിൽ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് യാഗത്തിന്റെ നടപടിക്രമങ്ങൾ, ചുമതലകൾ ആർക്കൊക്കെയായിരുന്നു, അതിന്റെ കോഓർഡിനേഷൻ എങ്ങനെയായിരുന്നു. ഭീമോ മഹാനസാധ്യക്ഷ, രാജസൂയ യാഗത്തിലെ ആർക്കൊക്കെ എന്തൊക്കെ ചുമതലയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഇതാണ്, ഭീമോ മഹാനസാധ്യക്ഷ. ഇതൊരു യാഗത്തിന്റെ കഥയാണ്. അവിടെ ആ ചുമതലക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് ഫുഡ് കമ്മിറ്റി അല്ലെ, ഭീമോ മഹാനസാധ്യക്ഷ. മഹാനസത്തിന്റെ, പാചകപ്പുരയുടെ, ദഹനത്തിന്റെ, ഭക്ഷണത്തിന്റെ ഒക്കെ ചുമതല ഭീമനായിരുന്നു.
യാഗവും ഭക്ഷണവും തമ്മിൽ എന്താ ബന്ധം? തീർച്ചയായിട്ടും ബന്ധമുണ്ട് എന്നാണ് ഇവിടെ ഭാഗവതകാരൻ അഭിപ്രായപ്പെടുന്നത്. ഏത് സൽക്കർമ്മമാണ് എങ്കിലും, യാഗമാവട്ടെ, ജ്ഞാനയജ്ഞങ്ങളാവട്ടെ, മറ്റെന്തോ ആവട്ടെ, ഉത്സവമാവട്ടെ, എവിടെയും അന്നം അത് കൊടുക്കുക, അന്നം ദാനം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അതിന് പ്രാധാന്യമുണ്ട് എന്നാണ്. ഭൗതികമായ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് അന്നദാനം എന്നാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അന്നദാനം എന്ന് പറയാൻ പറ്റില്ല, ഭൗതികമായ ദാനങ്ങളിൽ നിന്ന്. അത് ശരീരത്തിനെ നിലനിർത്താൻ സഹായിക്കണ ഒന്നായതുകൊണ്ട് അത് ശ്രേഷ്ഠമാണ്. പക്ഷേ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ജ്ഞാനദാനമാണ്. ജ്ഞാനം ദാനം ചെയ്യുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ഈ അന്നം അത് കുട്ടികൾക്കും വാർദ്ധക്യം ബാധിച്ചവർക്കും യുവാക്കൾക്കും മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും ഒക്കെ ആവശ്യമായ ഒന്നാണ് അന്നം. അതുകൊണ്ട് തന്നെ നാം ദാനം ചെയ്യുന്ന അന്നം എപ്പോഴും അത് വിഫലമാവില്ല. എവിടെ ദാനം ചെയ്താലും അത് വിഫലമാവില്ല എന്നാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിൽ ദാനം ചെയ്യുമ്പോൾ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ആയിരിക്കണം കേട്ടോ. സത്രം പലസ്ഥലത്തുണ്ടെങ്കിലും പലസ്ഥലത്ത് പോകാറുണ്ടെങ്കിലും 2 മണിക്ക് ശേഷമൊക്കെ സദസ്സിൽ ഇത്രയും പേരെ കാണണമെങ്കിൽ ഇവിടെ വരണം. അപ്പൊ ഈ ഭാഗവതം പോലെയുള്ള ഇങ്ങനെയുള്ള സത്രങ്ങളിൽ ഭാഗവത യജ്ഞങ്ങൾ, ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യണു, അത് കുറെ മഹാത്മാക്കൾ കേൾക്കണു. അവർക്ക് അന്നം ദാനം ചെയ്തപ്പോ ആ ദാനം ചെയ്ത വ്യക്തിക്ക് എന്താ കിട്ടിയത്? എത്രയോ പേര് ഇത് കേട്ടിട്ട് ആ അന്നദാനത്തിൽ പങ്കെടുത്തോ, അതിന്റെ ഒരു പുണ്യം ഈ അന്നദാതാവിന് വന്നു ചേരുകയാണ് എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു യാഗം അത് എന്തുമാവട്ടെ, ഏത് തരത്തിലുള്ള സൽക്കർമ്മമാവട്ടെ, അതിന് ആദ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭാഗവതവും പറയണത്. ഭംഗിയായിട്ട് കൊടുക്കണം, തൃപ്തിയായിട്ട് അത് കഴിക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവണം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോ മഹാനസത്തിന്റെ ചുമതല ഭീമനായിരുന്നു. ധനാധ്യക്ഷ സുയോധന, ധനത്തിന്റെ ചുമതല, അതിന്റെ സൂക്ഷിപ്പ് ദുര്യോധനനായിരുന്നു. പൂജാകാര്യങ്ങള് അതിന്റെയൊക്കെ ചുമതല സഹദേവന്. ദ്രവ്യ സമ്പാദനത്തിന്റെ ചുമതല നകുലന്. ഇങ്ങനെ തുടങ്ങി സജ്ജനങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ ഓരോരുത്തർക്കും ഓരോ ചുമതല ഏൽപ്പിച്ചു. കർണനെ ദാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ബന്ധുജനങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ്, അല്ലയോ പരീക്ഷിത്തെ, ശിശുബ്രഹ്മർഷി പറയുകയാണ്, ഈ യാഗം ഭംഗിയായിട്ട് നിറവേറ്റാൻ കഴിഞ്ഞത്. അതിന്റെ ഏറ്റവും ഒടുവിൽ ചെയ്യുന്ന ഒരു ക്രിയയാണ്, യാഗത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ക്രിയയാണ് അഭൃത സ്നാനം. പുണ്യനദിയിൽ പോയിട്ട് സ്നാനം ചെയ്യുക. അവർക്ക് അടുത്ത് ഗംഗയാണ്, അതുകൊണ്ട് ഗംഗയെ ലക്ഷ്യമാക്കി പോയി വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് ചെയ്ത സൽക്കർമ്മത്തിന്റെ പുണ്യം, അതിന്റെ ആ ഒരു സദ്ഫലത്തെ എല്ലാവർക്കും ലഭിക്കാൻ ഏറ്റവും ലളിതമായ മാർഗം, എല്ലായിടത്തും വ്യാപരിക്കണമെങ്കിൽ ജലത്തിൽ ലയിപ്പിക്കലേ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ഈ യാഗത്തിന്റെ ഭാഗമായിട്ടും ഉത്സവാദികളുടെ ഭാഗമായിട്ടും ഈ സ്നാനം എന്നുള്ള ഒരു നിയമം വന്നു ചേർന്നിട്ടുള്ളത്. ഇത് ജ്ഞാനയജ്ഞങ്ങളിൽ നിർബന്ധവുമല്ല. പക്ഷേ നിർഭാഗ്യവശാൽ പല ദിക്കുകളിലും ഭാഗവത സപ്താഹങ്ങളിൽ ഇന്ന് സ്നാനം കൂടിയേ തീരൂ. അതുകൊണ്ട് നല്ല സൗകര്യമാണ്. 6-ാം ദിവസം മിക്കവാറും ദശമസ്കന്ധ അവസാനം കഴിഞ്ഞ് ഏകാദശം തുടങ്ങിയിട്ടുണ്ടാവും. 7-ാം ദിവസം ഏകാദശവും ദ്വാദശവും വായിച്ച് 10:30 ആവുമ്പോഴേക്കും കുളിക്കാൻ പോകും. ഏകാദശവും ദ്വാദശവും 31-ഉം 13-ഉം അല്ലെ 44 അധ്യായം 10:30 മണിക്ക് മുമ്പ് എങ്ങനെയോ വായിച്ചു തീർത്ത് കുളിക്കാൻ പോവുകയാണ്. പിന്നെ വിസ്തരിച്ചിട്ടുള്ള 2 മണിക്കൂർ കുളി ഘോഷയാത്ര. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ഏകാദശ സ്കന്ധം എന്താണെന്ന് തന്നെ പലർക്കും അറിയില്ല. അങ്ങനെ ഈ യജ്ഞങ്ങളുടെ സ്വഭാവം മാറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റി മറിച്ചിട്ടുണ്ട്. പലതരത്തിലും സംഭവിക്കണ ഒരു അപചയം. അപ്പോ ജ്ഞാനയജ്ഞങ്ങൾക്ക് അത് നിർബന്ധമല്ല. ഇത് ഈ ഇങ്ങനെയുള്ള യാഗാദി വിശേഷങ്ങളിൽ, ഉത്സവാദികളിൽ, താന്ത്രിക വിഷയങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ ഒരു നിയമമുണ്ട്. അവയെല്ലാം കഴിഞ്ഞ് സ്നാനാദികളൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടാണ് പിന്നെ വന്നവരെ മുഴുവനും ഒരിക്കൽ കൂടി പൂജിച്ച് ബഹുമാനിച്ച് യാത്രയയക്കണത്. ഇനി എല്ലാവർക്കും കുറെ കാലം കൂടി ഒന്നിച്ചിരിക്കണമെന്ന് മോഹമുണ്ടെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നിൽക്കരുത് എന്നൊരു നിയമമുണ്ട്. എവിടെയാണെങ്കിലും നമുക്കൊരു ആവശ്യത്തിന് നമ്മൾ ചെന്നു, ആവശ്യം കഴിഞ്ഞാൽ ഭക്ഷണം
അവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു, ശരി കഴിച്ചു. നമ്മൾ അവിടെ ചെന്ന ആവശ്യം മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതും കഴിഞ്ഞു, ആ ഉദ്ദേശവും പൂർത്തിയായാൽ പിന്നെ നിൽക്കരുത്. പിന്നെ നിൽക്കും തോറും നമുക്കും അവർക്കും ഇടയിലുള്ള ആ ഒരു, നമുക്ക് അവരോടും അവർക്ക് നമ്മളോടുമുള്ള മനോഭാവത്തിന് വ്യത്യാസം വരാൻ തുടങ്ങും. അതുകൊണ്ട് സമയം കഴിഞ്ഞാൽ പിന്നെ നിൽക്കരുത് എന്നാണ്. ഞങ്ങൾക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പൂജയ്ക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകം പണ്ട് കേട്ട് പരിചയമുള്ള നിർദ്ദേശമാണ്, ദക്ഷിണ കിട്ടിയാൽ പിന്നെ നിൽക്കരുത് എന്നാണ്. ഭാഗവതത്തിലുണ്ടല്ലോ അല്ലെ, ദശമസ്കന്ധത്തിൽ പറയണില്ലേ, ഗോപികമാര് പറയണില്ലേ ഉദ്ധവനോട്, ഋത്തുജോ ദത്ത ദക്ഷിണ. ഋത്തുക്കുകളുടെ അല്ലെങ്കിൽ ഈ പൂജ കഴിക്കണവരുടെ പ്രത്യേക സ്വഭാവമാണ്, ദക്ഷിണ കിട്ടിയാൽ പിന്നെ അപ്പ പൊക്കോളൂ, തിരക്കായി പോവാൻ തിരക്കായി, പിന്നെ നിൽക്കരുത് എന്നാണ് പറയാ. അപ്പൊ ഇവിടെ ബന്ധുക്കൾക്ക് ഇതൊരു വലിയ കുറെ കാലമായിട്ട്, എത്രയോ മാസങ്ങളായിട്ട് ഒന്നിച്ച് നിന്ന സ്ഥലമാണ്, പിരിയാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന ലോകതത്വം അനുസരിച്ച് എന്നാണ്. എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്നു. എല്ലാവരെയും അയച്ച് കുറച്ചു ദിവസം കൂടി ശ്രീകൃഷ്ണൻ മാത്രം ഈ പാണ്ഡവരോട് കൂടെ നിന്നു എന്നാണ്. അവർക്ക് ദുഃഖമാവരുത് എന്ന് കരുതിയിട്ട് ബാക്കി എല്ലാവരെയും യാത്ര അയച്ചു. കൃഷ്ണപത്നിമാരും ഒക്കെ അവിടുന്ന് മടങ്ങിപ്പോണു. അവിടെ ആ സമയത്താണ് ഈ മടക്കയാത്ര, ഓരോരുത്തരും വന്ന് യാത്ര പറഞ്ഞു പോകുന്നതായ ആ ഒരു സന്ദർഭത്തിലാണ് ദുര്യോധനൻ അവിടെ മയനിർമ്മിതമായിട്ടുള്ള ആ സഭയിലേക്ക് വന്ന് പ്രവേശിക്കുന്നതും. ഉള്ളിലെ വികാരം അല്ലെങ്കിൽ ആ ഉള്ളില് എന്താണ്, കോപമാണ്. പാണ്ഡവര് യാഗം ചെയ്തു, ഇത് കഴിഞ്ഞ് ഇയാൾക്കും ഇങ്ങനെ ഒരു മോഹം തോന്നിയെന്നൊക്കെ പറയാനുണ്ട്. പിന്നീട് ദുര്യോധനനും രാജസൂയം ചെയ്യണമെന്ന് തോന്നി. മഹർഷിമാരെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഒരു കുടുംബത്തിൽ ഒരാൾ യാഗം ചെയ്യാൻ വിധിയുള്ളൂ, അതും ഏറ്റവും മൂത്തയാളായിരിക്കണം. ഇപ്പോ നിയമപ്രകാരം യുധിഷ്ഠിരൻ ചെയ്തു കഴിഞ്ഞു നിങ്ങളുടെ കുടുംബത്തില്, അപ്പൊ ഇനി അങ്ങേക്ക് ഇത് ചെയ്യാൻ അവകാശമില്ല, ചെയ്യാൻ പാടില്ല. പിന്നെ വേറെ എന്തോ നോട്ടീസൊക്കെ മാറ്റിയടിച്ചു ദുര്യോധനൻ, രാജസൂയത്തിന്റെ പേര് മാറ്റി വേറെ എന്തോ ഒരു യാഗമൊക്കെ ചെയ്തു എന്നൊക്കെ കാണാം. അപ്പോ അയാൾക്ക് ഞാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എന്റെ പ്രതാപത്തിന് ഒരു കുറവ് സംഭവിച്ചു, ഒന്നുമില്ലാത്ത പാണ്ഡവര് യാഗം ചെയ്തു എന്നൊക്കെയാണ്. അങ്ങനെ ആ ഒരു കോപത്തോടു കൂടിയിട്ടാണ് ആക്ഷേപ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട്, എനിക്കല്ലേ ഇതൊക്കെ കിട്ടേണ്ടത്, ഈ ബഹുമതിയൊക്കെ എനിക്കല്ലേ വന്നു ചേരേണ്ടത് എന്നൊക്കെ പറഞ്ഞും പുലമ്പിക്കൊണ്ടും തന്റെ സഹോദരന്മാരോടുകൂടി ആ സഭയിൽ പ്രവേശിച്ച ദുര്യോധനന് സ്ഥലജല ഭ്രമമുണ്ടായി എന്നാണ്. സ്ഫടികം പതിച്ച നിലം കാണുമ്പോൾ ജലമുണ്ട് എന്ന് തോന്നുക, അവിടെ ജലമുണ്ട് എന്ന് കരുതി വസ്ത്രമൊക്കെ ഉയർത്തിപ്പിടിച്ച് നടക്കുക. കുറച്ചു കഴിഞ്ഞാൽ ജലമില്ലല്ലോ, തനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന് കരുതി വസ്ത്രം താഴ്ത്തിയിട്ട് നടക്കുമ്പോൾ ജലത്തിൽ ചെന്ന് വീഴുക. ഇങ്ങനെ സ്ഥലജല ഭ്രമം ഉണ്ടായി ദുര്യോധനനും മറ്റ് കൗരവർക്കും. ഇത് കണ്ട് ഭീമനും മറ്റ് സഭാവാസികളുമൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്, പരിഹസിക്കുകയാണ്. അവിടെ വെച്ച് തനിക്കുണ്ടായ ആ ഒരു അപമാനം, ആ ദുര്യോധനനുണ്ടായ അപമാനമാണ് പിന്നീട് കുരുക്ഷേത്ര യുദ്ധഭൂമി വരെ ഇവരെ എത്തിച്ചത് എന്നാണ്. ഈ തനിക്കുണ്ടായ അപമാനത്തിന് ഞാൻ പകരം ചോദിക്കും എന്ന് ഉള്ളിൽ കുറിച്ചുകൊണ്ട് യാത്ര പോലും പറയാതെ അവിടെ നിന്ന് ദുര്യോധനാദികൾ പുറപ്പെട്ടു. അത് ശ്രീകൃഷ്ണ ഭഗവാന് വളരെയധികം ഒരു സമാധാനം ഉണ്ടാക്കി എന്നാണ്. താൻ ഉദ്ദേശിച്ചത് എന്തോ അത് ഇവിടെ നടക്കാൻ പോവുകയാണ്, ഭംഗിയായി. പറയാറുണ്ടല്ലോ മഹാത്മാക്കള്, യുദ്ധത്തിന് വേണ്ടതായ ദുഷ്ടസംഹാരമാണ് തന്റെ അവതാര ഉദ്ദേശമെങ്കിൽ അവരെ സംഹരിക്കാൻ യുദ്ധമുണ്ടാവണം, അതിനുവേണ്ട വിത്ത് കുഴിച്ചിട്ടു, നല്ലവണ്ണം നനച്ചു കുഴിച്ചിട്ടു എന്നാണ്, മുളയ്ക്കാണ്ട് വരില്ല എന്നാണ് അല്ലെ. നല്ലവണ്ണം കുതിർത്തിയിട്ടാണ്, വെള്ളത്തിലൊക്കെ കുതിർത്തിയിട്ടാണ് കുഴിച്ചിട്ടത് എന്ന് പറയാറുണ്ട്. അപ്പോ പിന്നീട് ആ സംഭവം അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ സംഭവ പരമ്പരകൾ കുരുക്ഷേത്ര യുദ്ധം വരെ കൊണ്ടെത്തിച്ചു. ആ ഒരു യാഗത്തിന്റെ കഥ ഇവിടെ വർണ്ണിച്ചുകൊണ്ട് നമുക്കും ആരാണോ ഈ രാജസൂയ യാഗത്തെ പ്രകീർത്തിക്കുന്നത് അവരുടെ സർവപാപങ്ങളെയും നശിപ്പിക്കും എന്ന് ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് നമുക്കും ആ ഒരു കഥ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.